മനസ്സോദരന്മാരെ, സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ ദാസനാണ്, ദാസിയാണ് എന്നതോർത്ത് ശരിക്ക് ആ ദാസത്വം അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി വർത്തിക്കാൻ സദാ പാടുപെട്ടുകൊണ്ടേയിരിക്കുക. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് സദസ്യർ, നിങ്ങളെപ്പോലത്തെ പുണ്യഭൂമിയിൽ കഴിച്ചു കൂട്ടുന്നവർ ആരായിരുന്നാലും അള്ളാഹു ചെയ്ത വിശാലമായ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് തന്നെ റബ്ബിൻ്റെ മുമ്പിൽ പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടനം നടത്തിയും കൊണ്ട് ജീവിക്കാനും ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തുക. അതിനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കേൾക്കുന്ന ഉപദേശങ്ങൾ നിന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്തൽ ബാധ്യതയാണ് എന്നത് ഓർത്തുകൊണ്ട് സഹാബാക്കൾ പണ്ട് കാട്ടാറുള്ളതുപോലെ നമ്മുടെ സദസ്സിലൂടെ പലപ്പോഴും പഠിച്ച് കേട്ട് പരിചയമുള്ളതായ ഭാഗമാണ് ഇബ്നു മസ്ഊദിൻ്റെ പദം. മഹാനായ ഇബ്നു മസ്ഊദ് പറയുന്നു, 10 ആയത്തുകൾ അള്ളാഹുവിൻ്റെ ദൂതരിൽ നിന്നിട്ട് ഞങ്ങൾ കേട്ടുകഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ശരിക്ക് അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ ആരംഭിച്ചാലല്ലാതെ മറ്റു 10 ആയത്തുകൾ ഞങ്ങൾ പഠിക്കാറില്ല എന്ന്. ഇത് ഈ നാട്ടിൽ പണ്ട് നമ്മുടെ നേതാക്കൾ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചതായ രൂപമാണ്. അത് നമ്മളിലും പകർത്താൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പറയുന്ന ഞാനടക്കം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അതിനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, ആത്മാർത്ഥതയും നൽകട്ടെ. അതെ, ഇവിടെ വഴിക്ക് വഴിയായി ചർച്ച ചെയ്തു വരുന്നതായ 4 സബ്ജക്റ്റുകളിൽ ഇന്ന് ചർച്ചയ്ക്കെടുക്കേണ്ട സബ്ജക്റ്റ് അൽ മുആമലാത്ത് എന്നതാണല്ലോ. അൽ മുആമലാത്ത് എന്ന ഈ വിഷയം മാലുമായി, സമ്പത്തുമായി, ബിസിനസ്സുമായി, കഴിക്കുന്ന ഭക്ഷണവുമായി ബന്ധമുള്ളത് കാരണത്താൽ കഴിഞ്ഞ തൊട്ട ക്ലാസ്സിൽ, അഥവാ ഈ വിഷയം ചർച്ച ചെയ്ത തൊട്ട ക്ലാസ്സിൽ നാം എന്ത് തിന്നണം, എന്ത് തിന്നണ്ട എന്നതിനെക്കുറിച്ച് വിശദീകരണം നൽകുകയായിരുന്നു. അതിന് ഇനിയും അല്ലാഹു തൗഫീഖ് നൽകിയാൽ ഭാവിയിൽ പരിപൂർണത കേൾക്കാം. ആ വിഷയത്തിൽ ഇനിയും ധാരാളം വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ ശേഷിക്കുന്നുണ്ട്. പക്ഷേ മാലുമായി ബന്ധപ്പെട്ട മറ്റൊരു സബ്ജക്റ്റാണ് പുതുമയുണ്ടാവാൻ വേണ്ടി എന്നോണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സെലക്ട് ചെയ്തത്. അത് ഖുർആനിൽ 13 തവണ വിട്ടുകിടക്കുന്നതായിട്ട് കണ്ടു. അത് സദഖ എന്ന മഹാ സൽക്കർമ്മം, വിശാലമായ അർത്ഥമുള്ള സൽക്കർമ്മം. അതെ, സഹീഹായ 31ഓളം ഹദീസുകൾ ഏകദേശം ഈ വിഷയത്തിൽ പെട്ടെന്നുള്ള നോട്ടത്തിൽ വിട്ടുകിടക്കുന്നതായും കണ്ടു. അതെ, സദഖ എന്നാൽ നാം മലയാളത്തിൽ ധർമ്മം എന്ന അർത്ഥം വെക്കാറുണ്ട്. ധർമ്മം ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന സർവ്വതും ധർമ്മമായിട്ട് ഗണിക്കപ്പെടുകയും ചെയ്യാൻ വേണമെങ്കിൽ ആ ശൈലിയിലൂടെ നമ്മുടെ അനുശ്ചിത നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച ശൈലിയും ഇവിടെ നമുക്ക് കേട്ട് പരിചയമുണ്ട്. കഴിഞ്ഞ തൊട്ട ക്ലാസ്സിൽ, ഉച്ചക്ക് നടന്ന ക്ലാസ്സിൽ വരേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരൻ്റെ മുഖം നോക്കി പുഞ്ചിരി തൂങ്ങൽ അത് ധർമ്മമാണ് എന്ന്, അത് സൽക്കർമ്മമാണ് എന്ന്, അത് പ്രതിഫലം കിട്ടുന്ന സാധനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഉപയോഗിച്ച പദം സദഖ എന്നതാണ്. എന്നാൽ അതും വിശദീകരിച്ച് അല്ലെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ സൂചനകൾ അത്തരം കാര്യങ്ങളിലേക്ക് സംസാരത്തിനിടയിൽ നൽകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ,
യഥാർത്ഥത്തിൽ ധർമ്മം എന്ന് നമുക്ക് പദാർത്ഥം വെക്കാൻ പറ്റുന്ന സദഖ എന്നത് ഭാഷാർത്ഥത്തിൽ അറബി ഭാഷാർത്ഥത്തിൽ ഒരാൾ സത്യസന്ധത എന്നതിൽ ശക്തിയുള്ള ആളായി മാറുമ്പോൾ ഉപയോഗിക്കുന്നതായ ആ ധാതുവിൽ നിന്നിട്ടാണ് അത് ഉടലെടുക്കുന്നത്. സത്യസന്ധ സിദ്ഖ് എന്ന് പറയാറുണ്ടല്ലോ നാം, സാദിഖ് സിദ്ഖ്, അതിൽ നിന്നിട്ടാണ് എന്ത് സദഖ. അതെ, അപ്പോൾ സത്യസന്ധനാവുക, സത്യം പറയുന്ന ആളാവുക എന്ന അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് സദഖ. അപ്പോൾ സിദ്ഖുൽ ഉബൂദിയ്യലില്ല, അള്ളാഹുവിന് ചെയ്യുന്ന ആരാധനയിൽ, സമർപ്പിക്കുന്ന സമർപ്പണങ്ങളിൽ, ചെയ്യുന്നതായ പ്രാർത്ഥനകളിൽ, ചെയ്യുന്നതായ ധർമ്മങ്ങളിലെല്ലാം പരിപൂർണമായി ഉബൂദിയ്യത്ത് റബ്ബിന് മാത്രം സമർപ്പിക്കുക എന്ന അർത്ഥം ഭാഷാർത്ഥത്തിൽ തന്നെ പണ്ഡിതന്മാർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സിദ്ഖ് സദഖ എന്ന പദത്തിന്. എന്നാൽ നമ്മുടെ വിഷയം സാങ്കേതിക പദമാണല്ലോ. സാങ്കേതിക അർത്ഥം, ഇസ്തിലാഹി അർത്ഥം, ശർഈയായ അർത്ഥം, നാം പഠിച്ചു വരുന്നതായ അർത്ഥം, അത് അതിയ്യ എന്ന അറബി ഭാഷയിൽ പറയാവുന്നതാണ്. അതാ, ഒരാൾ മറ്റാൾക്ക് നൽകുന്നതായ സമ്മാനം അല്ലെങ്കിൽ ധർമ്മം. എന്തിൻ്റെ പേരിൽ? അള്ളാഹുവിൽ നിന്നിട്ട് പ്രീതി കിട്ടണമെന്ന നിയ്യത്തോടുകൂടി. എങ്ങനെയെങ്കിലും അയാൾ ധർമ്മാവൂല, എങ്ങനെയെങ്കിലും ചെയ്താൽ അത് നാം പറയുന്ന ഇസ്തിലാഹി ധർമ്മമാവുന്നതല്ല. ഇസ്തിലാഹി ധർമ്മമാവേണമെങ്കിൽ കൂലി കിട്ടണം, അള്ളാഹുവിൽ നിന്നിട്ട് പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ, ആ നിയ്യത്തോടു കൂടി തന്നെ ഒരു മുസ്ലിം പുറത്തിറക്കുന്ന, ജനങ്ങൾക്ക് നൽകുന്ന, അല്ലെങ്കിൽ നീക്കിവെക്കുന്ന, അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന സാധനമാണ് സദഖ. അതിൽ നിർബന്ധ സദഖയും നാം പറയുന്ന സദഖയും എല്ലാം പെടും. പക്ഷേ നിർബന്ധ സദഖയ്ക്ക് ശർഇൽ വേറൊരു പേര് കൂടിയുണ്ട്. നിർബന്ധ സദഖ ഇതിൻ്റെ അകത്ത് കടക്കും. നാം പറയുന്ന സദഖയുടെ അകത്ത് നിർബന്ധ സദഖ കടക്കും. അതിന് വേറൊരു പേര് കൂടിയുണ്ട്. അതെന്താണ്? സക്കാത്ത്. ആ സക്കാത്ത് നിർബന്ധ ബാധ്യതയെക്കുറിച്ചാണ് എന്ന് നാം പഠിച്ചു വന്നിട്ടുണ്ട്. അത് സാങ്കേതിക പദങ്ങളാണ് എങ്കിലും സദഖ എന്ന് നാം ചർച്ച ചെയ്യുന്നതായ പദത്തിൻ്റെ അകത്ത് നിർബന്ധ സദഖയും പെടും, അഥവാ സക്കാത്ത്, സുന്നത്തായ സദഖയും പെടും. അപ്രകാരം തന്നെ വിശാലമായ പദാർത്ഥത്തിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ ഏത് നന്മകൾക്കും സദഖ എന്ന് പറയാവുന്നതാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വതബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, അതുപോലെ തന്നെ അൽ അംറു ബിൽ മഅറൂഫി സദഖ, അല്ലെങ്കിൽ അംറും ബിൽ മഅറൂഫി സദഖ വനഹിയുൻ അനിൽ മുൻകരി സദഖ എന്നൊക്കെ ഒരു ഹദീസിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടല്ലോ. ഉച്ചക്ക് ജനങ്ങൾക്ക് സതുപദേശം നൽകുക, തെറ്റിൽ നിന്നിട്ട് മുക്തരാക്കാൻ വേണ്ടി ഉപദേശിക്കുക, നന്മ ചെയ്യാൻ വേണ്ടി ഉപദേശിക്കുക, അതെല്ലാം റസൂലുള്ളാഹിയുടെ ശൈലിയിൽ സദഖ തന്നെയാണ്. നീ നിന്റെ ഭാര്യയ്ക്ക് നൽകുന്ന, കുട്ടിക്ക് നൽകുന്ന ഭക്ഷണം, അവർക്ക് നൽകുന്ന ചെലവ്, അത് നിർബന്ധ ബാധ്യത ആയതോടുകൂടി അത് സദഖയാണ്. അത് ഫലം കിട്ടുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നിട്ട് കൂലി ലഭിക്കുന്ന സാധനമാണ് എന്ന അർത്ഥത്തിലേക്ക്. അതെ, അതുകൊണ്ട് തന്നെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർബാത്തുകൾക്ക്, നന്മകൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് പൊതുവെ മൊത്തത്തിൽ സദഖ എന്ന പദപ്രയോഗം പല തവണ ഉപയോഗിച്ചതിൽപ്പെട്ടതാണ്. ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കവേ പിന്തിയതായ ഒരു സഹാബി നമസ്കരിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് തനിച്ച് നിസ്കരിപ്പിക്കാതിരിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് ജമാഅത്തിന്റെ കൂലി ലഭിക്കാൻ വേണ്ടി സഹാബാക്കളോട്, നമസ്കരിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ എന്നിട്ട് ആരുണ്ട് അദ്ദേഹത്തിന് സദഖ ചെയ്യുന്ന വ്യക്തി? അതെന്താണ്? ആ സദഖ എന്താണ്? അത് മൂപ്പരോട് കൂടി മുമ്പ് ഫർള് നമസ്കരിച്ച ആൾ അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ മടക്കി നിസ്കരിക്കലാണ്. അത് ഖുർബത്താണ്, അത് ധർമ്മമാണ്. അവിടെ സദഖ എന്ന പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. അത് എന്തിന് ഞാൻ പറയുന്നു? നിങ്ങൾക്കെല്ലാം അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. നിങ്ങൾ സാധാരണ ഇവിടെ ഈ ഇരുത്തം സദഖയാക്കി മാറ്റാറുണ്ട്, ഇല്ലേ? ഓർമ്മപ്പെടുത്താം. പലപ്പോഴും ഹാജിമാർ തടിച്ചുകൂടും, ഉംറക്കാർ തടിച്ചുകൂടും. അപ്പോൾ ഞാൻ പെട്ടെന്ന് റൂട്ട് മാറ്റും.
അപ്പോൾ പിന്നെ നിങ്ങളുടെ ഇരുത്തം എന്തിനു വേണ്ടിയാണ്? സദഖയാണ്. നിങ്ങൾ കേട്ടത് കേൾക്കാണ്. അതേ സമയത്ത് മറ്റുള്ളവർ കേട്ടോട്ടെ, ഞങ്ങൾ അവർക്ക് ആവേശം നൽകട്ടെ എന്ന് നല്ല ഉദ്ദേശം വെച്ച് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ പഠിച്ചേ തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? അതിൽ പ്രതിഫലമുണ്ട്. ഉദാഹരണത്തിന് അതെ. അപ്പോൾ സുന്നത്ത് സദഖ ഇതാണ് നമ്മുടെ വിഷയം. ആ സുന്നത്ത് സദഖ വർദ്ധിപ്പിക്കുമ്പോഴാണ് നാം കഴിഞ്ഞ ഉച്ചക്കുള്ള ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിലേക്ക് മനുഷ്യൻ അടുക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തശ്രീഅ് ചെയ്ത നിർബന്ധമാക്കിയ ധാരാളം ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളിൽ നാം വീഴ്ച വരുത്തുകയാണെങ്കിൽ ആ വീഴ്ച നികറ്റപ്പെടൽ, അതേ ബാധ്യതകളുടെ ഇനത്തിൽപ്പെട്ടത് സുന്നത്തുണ്ടെങ്കിൽ, നിർബന്ധമല്ലാത്ത രൂപത്തിൽ ചെയ്യുന്നതുണ്ടെങ്കിൽ അതിലൂടെ നികറ്റപ്പെടുമെന്നത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗമാണ്. അത് ഇവിടെയും ബാധകമാണ്. നമ്മുടെ നിർബന്ധ സക്കാത്തിൽ അവിചാരിതമായി അല്ലെങ്കിൽ കണക്കുകൂട്ടലിൽ പഴച്ചതു പോയതുകൊണ്ട് അല്ലെങ്കിൽ വല്ല വീഴ്ച കാരണത്താൽ നാം നിർബന്ധ സക്കാത്തിൽ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ അതേ സമയത്ത് നമുക്ക് കൊടുക്കണമെന്ന് ബോധ്യമുണ്ട്. ലുബ്ധതയെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് നാം. ഷുഹ് വേണ്ട എന്ന് വെച്ച ആളാണ് നാം. ബുഹ്ല് വേണ്ട എന്ന് വെച്ച ആളാണ് നാം. അതിനോട് മല്ലിടുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സുന്നത്തായ രൂപത്തിൽ ആവശ്യം വരുമ്പോഴെല്ലാം അവശരെ കണ്ടുപിടിച്ച് മിസ്കീന്മാരെയും ഫക്കീറമാരെയും അതുപോലെ തന്നെ യതീം അനാഥ കുട്ടികളെയും എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് സഹകരിച്ചു കൊണ്ടേയിരിക്കുന്ന, സഹായിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരലോകത്തിലേക്ക് എത്തുമ്പോൾ അവൻ്റെ ഫർള് സക്കാത്തിൽ വീഴ്ച കണ്ടാൽ റബ്ബ് പറയും, മലക്കുകളെ പരിശോധിക്കൂ, സുന്നത്തായ ധർമ്മത്തിൽ വല്ലതും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ പരിശോധിച്ച് ലഭിക്കുകയാണെങ്കിൽ എന്നാൽ ആ വ്യക്തിക്ക് അതിലൂടെ ജബർ ചെയ്യപ്പെടും. എന്താ ജബർ എന്ന് പറഞ്ഞാൽ? നികറ്റപ്പെടും. ആ വീഴ്ച നികറ്റപ്പെടും. ആ വീഴ്ച അതിലൂടെ നികറ്റപ്പെടലോടുകൂടി അദ്ദേഹത്തിന് ശിക്ഷയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ ആ സുന്നത്തായ ധർമ്മം കാരണമായി തീരും. അതോടൊപ്പം അദ്ദേഹത്തിന് സ്വർഗത്തിൽ പോകാനും അത് കാരണമായി തീരുമെന്ന് നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത നൽകിയതായ ഭാഗമാണ്. പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞതാണ് സക്കാത്തും സദഖയും ഈ ഹദീസിൽ. ഇതുപോലെ നമസ്കാരം പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹ് ബുഖാരിയിൽ 1393 നമ്പർ ഹദീസ്, മുസ്ലിമിൽ 1000 അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ ബലി പെരുന്നാളിനോ ചെറിയ പെരുന്നാളിനോ ഏതോ ഒരു പെരുന്നാളിൽ നമസ്കാരം കഴിഞ്ഞ ശേഷം മുസല്ലയിൽ വെച്ചിട്ട് ഞങ്ങളോട് പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം പലപ്പോഴും മുസല്ലയിൽ നടത്താറുണ്ട്. ആ മുസല്ലയുടെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് സൂര്യഗ്രഹണ നമസ്കാരത്തിന് വേണ്ടി റസൂൽ ഉപയോഗിച്ച ഭാഗമാണ്. എവിടെയാണത്? മസ്ജിദ് അൽ ഗമാമ എന്ന പള്ളി ഉള്ളതായ ഭാഗമാണ്. ഏകദേശം പിൻകാലഘട്ടത്തിൽ ചരിത്രകാരന്മാർ അത് പഠിച്ചത് കാരണത്താൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മൈതാനായിട്ടോ മുസല്ലിയായിട്ടോ ഉപയോഗിച്ചത് അല്പം മാറിയിട്ടാണ്. അത് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയെ ആദരിച്ചു കൊണ്ടുള്ള ശൈലിയാണെന്ന് ചരിത്രകാരന്മാർ കുറിച്ചു പോകുന്നു ആവാം. ഉമർ സെലക്ട് ചെയ്തത് റളിയല്ലാഹു തആല അൻഹു അല്പം മുന്തിയിട്ടാണ്. അവിടെ ഉമറിൻ്റെ പേരിൽ പിൻകാലഘട്ടത്തിൽ പള്ളി ഉണ്ടായി. ഏതുപോലെ അബൂബക്കറിൻ്റെ പേരിൽ പള്ളി ഉണ്ടായതുപോലെ റളിയല്ലാഹു തആല അൻഹുമ. യഥാർത്ഥത്തിൽ പറയപ്പെടുന്നത് എത്രമാത്രം അതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് പറയാൻ പറ്റുകയില്ല. ഞാൻ കേൾപ്പിക്കുന്ന ഈ ഭാഗം ഹദീസല്ല, ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ ഭാഗങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈതാനായി ഉപയോഗിച്ചതിൻ്റെ വലത് ഭാഗത്തോ മുമ്പാകത്തോ ആയിട്ട് അലിയും അബൂബക്കറും ഉമറും അലിയൊക്കെ മാറ്റി മുസല്ലേ എന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അലം ആവാം. അക്കൂട്ടത്തിൽ നബിയുടെ മുസല്ലയിൽ നമസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് പെരുന്നാൾ നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഖുതുബ ഓതാറുണ്ട്. നമുക്ക് പരിചയമുള്ളതുപോലെ റസൂലുള്ളാഹി പഠിപ്പിച്ച ഖുതുബകളൊക്കെ നാം പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. അക്കൂട്ടത്തിൽ സദഖയെ പ്രതിപാദിക്കുന്ന ഭാഗമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് അവരെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ളതായ ഉപദേശം പെരുന്നാൾ നമസ്കാരം നടത്തി. കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മത്തെ ഊന്നിപ്പറഞ്ഞു.
പറഞ്ഞ കൂട്ടത്തിൽ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, തസദ്ദഖൂ, നിങ്ങൾ ധർമ്മം ചെയ്യുക, നിങ്ങൾ ധർമ്മം ചെയ്യുക. അപ്പോൾ പ്രാസംഗികന്മാർ പ്രസംഗിക്കുന്ന വേളയിൽ പ്രസംഗ ശൈലി ഉപയോഗിക്കേണ്ടതായ പദങ്ങളിൽപ്പെട്ടതാണ് അത്. ഖുതുബയിലാവട്ടെ എല്ലാ സന്ദർഭത്തിലാവട്ടെ മുന്നിൽ നിൽക്കുന്നവരെ മനുഷ്യന്മാരെ എന്നോ ആദമിൻ്റെ സന്തതികളെ എന്നോ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ എന്നോ ഏത് രൂപത്തിലും വിളിക്കുക എന്നത് അവരെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ശൈലിയാണത്, ഈ വിളി എന്നത്. അപ്പോൾ വിളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ തന്നെ ഇരിക്കുന്നവരെ വിളിച്ച് പഠിപ്പിക്കുകയാണ് നമുക്ക്. അത് പ്രബോധകന്മാർക്ക് അതിലെന്തുണ്ട്, പാഠമുണ്ട് എന്നർത്ഥം. തസദ്ദഖൂ, എന്നിട്ട് ഈ പറഞ്ഞതായ വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരെ അഭിമുഖീകരിച്ച് സംസാരിച്ചതാണ്. പിന്നെ സ്ത്രീകളെ ബാധിക്കുന്ന ഭാഗം പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അക്കൂട്ടത്തിൽ സ്ത്രീകളുള്ള ഭാഗത്തിലേക്ക് ചെന്നു എന്നാണ് നിങ്ങൾ കേൾക്കുന്നതായ ബുഖാരിയുടെ മുസ്ലിമിന്റെ മുത്തഫഖുൻ അലൈയായ ഹദീസിൽ കാണുന്നത്. ഫഖാല, റസൂൽ പറഞ്ഞു, യാ മഅശറൻ നിസാ, ഏ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ ധർമ്മം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതായ ഹദീസിൽ പറയുന്ന ധർമ്മം സുന്നത്തായ ധർമ്മത്തെക്കുറിച്ചാണ്. അതിൽ ഫർള് കടക്കുന്നുണ്ട് എന്നത് മുമ്പ് തന്നെ ഞാൻ വിവരിച്ചു. തസദ്ദഖ എന്ന പദപ്രയോഗത്തിൽ ഫർളും സുന്നത്തും പ്രവേശിക്കുന്നുണ്ട്. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, പക്ഷേ ഇവിടെ നരകവാസികളായിട്ട് ഞാൻ ബഹുഭൂരിപക്ഷം സ്ത്രീകളെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിച്ച് സംസാരിക്കുന്നത് കൊണ്ടും കേൾക്കാൻ പോകുന്ന ഇബ്നു മസ്ഊദിന്റെ കഥ പറയുന്നത് കൊണ്ടും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഫർള് സക്കാത്ത് ആയിരിക്കും എന്ന് പണ്ഡിതന്മാർക്ക് നിഗമനമുണ്ട്. അതായിരിക്കും ശരി. അതെ, തസദ്ദഖ്ന ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, നരകത്തിൽ ധാരാളം സ്ത്രീകളെ ഞാൻ കാണുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹിക്ക് പലതവണ അല്ലാഹു സുബ്ഹാനഹു വ തആല കിനാവിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നരകത്തെ. നേർക്ക് നേരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുസല്ലയിലും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നേർക്ക് നേരെ അല്ലേ, എന്നാ പഠിച്ചിട്ടില്ലേ ഇവിടെ, ഓർക്കുന്നില്ലേ? നേർക്ക് നേരെ ഭൂമിയിൽ ജീവിക്കുന്ന വേളയിൽ സ്വർഗവും നരകവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട രംഗം, ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ട രംഗം അതൊന്ന് മാത്രമാണ്. അത് സൂര്യഗ്രഹണ നമസ്കാരം ആ മൈതാനത്ത് മുസല്ലയിൽ വെച്ചിട്ട് നമസ്കരിക്കുന്ന വേളയിലാണ് അല്ലേ. ഇപ്പോൾ നാം വിശദീകരിക്കുന്നില്ല. ഹജ്ജ് സീസണിലും ഉംറക്കാരുണ്ടാകുന്ന വേളയിലൊക്കെ നീട്ടി വലിച്ച് പറയുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് മനപ്പാടമുള്ള ഭാഗമാണ്, മനപ്പാടമുണ്ടാവേണ്ട ഭാഗമാണ്. അതെ, എന്നാൽ റസൂൽ തുടരുന്നു, അധിക പേരെയും ഞാൻ നരകത്തിൽ ധാരാളം പേരെ കണ്ടു. അപ്പോൾ റസൂലുള്ളാഹിക്ക് കണ്ട് പരിചയമുള്ള ഭാഗമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നല്ലൊരു പാലസിന്റെ പരിസരത്തിൽ ഉമ്മു സുലൈമിനെ ഇരിക്കുന്നതായിട്ട് കണ്ടു എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മു സുലൈമെ, ഒരു പെണ്ണിനെ ഇങ്ങനെ കാണാം, മദീനക്കാരിയായ മുഹാജിറത്ത് അൻസാരിയത്തായ പെണ്ണ്. ആരുടെ ഉമ്മയാണ്? പറഞ്ഞോളി. അനസ് ഇബ്നു മാലിക് മൗലവി പറയുന്നു അനസിന്റെ ഉമ്മയാണെന്ന്. അനസ് റളിയല്ലാഹു തആല അനസ് ഇബ്നു മാലിക്കിന്റെ ഉമ്മയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയ്ക്കുള്ള പാലസ്, പരലോകത്തിൽ കിട്ടാൻ പോകുന്ന പാലസ്, സ്വർഗത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്നതായ ആ രമ്യഹർമ്മ്യങ്ങൾ, ആ പൂന്തോപ്പുകളൊക്കെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന വാർത്ത നാം ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. ഉമ്മു സുലൈമിന്റെ ഹിസ്റ്ററി പറഞ്ഞ കാലഘട്ടത്തിൽ. അതെ, പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കൂട്ടത്തിൽ ധാരാളം സ്ത്രീകളെ നരകത്തിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുന്നു സ്ത്രീകളെ. ഫഖുൽന, അപ്പോൾ സ്ത്രീകൾ ചോദിച്ചു, ഒബിമ യാ റസൂലല്ലാഹ്, ഒബിമ ദാലിക യാ റസൂലല്ലാഹ്, എന്ത് കാരണത്താലാണ് ദൂതരെ അങ്ങനെ സംഭവിക്കുന്നത്? സ്ത്രീകൾ ധാരാളം പേര് എന്തുകൊണ്ട് നരകത്തിലേക്ക് എത്താൻ കാരണമായി തീർന്നു എന്ന് ചോദിക്കും പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതിന് കാരണം സ്ത്രീകളിൽ സാധാരണ പ്രകടമായി കാണുന്നതായ രണ്ട് പിഴവുകളാണ് റസൂൽ അവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് റസൂൽ ഉദ്ദേശിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള വിപത്തുകളിൽ നിന്നിട്ട് സ്ത്രീകൾ രക്ഷപ്പെടാൻ പരിശ്രമിക്കണമെന്ന് പഠിപ്പിക്കും പോലെ അതാണ് നമ്മുടെ ലക്ഷ്യം. നാം ക്ലാസ് കേൾക്കുന്നതിലും ഞാൻ ക്ലാസ് തയ്യാർ ചെയ്യുന്നതിലും നിങ്ങളിവിടെ വരുന്നതിലും നിങ്ങളും ഈ കേട്ട് പോകുന്നതിലും അതിൻ്റെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇബ്നു മസ്ഊദിന്റെ വാക്ക്, 10 ആയത്ത് കേട്ടാൽ നടപ്പാക്കാതെ വേറെ 10 കേൾക്കാറില്ല എന്നതുപോലെ ഇവിടുന്ന് ഒരു ക്ലാസ് കേട്ടാൽ നടപ്പാക്കാതെ മറ്റേ ക്ലാസ് കേൾക്കാറില്ല എന്ന ശൈലി നമ്മളിലും ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഇല്ലെങ്കിൽ എന്താ പ്രയോജനം? അവരിരുന്ന നാട്ടിൽ, അവർ ക്ലാസ് കേട്ട നാട്ടിൽ, അവർ ഇൽമു പഠിച്ച നാട്ടിൽ, അവർ ദീൻ പ്രചരിപ്പിച്ച നാട്ടിൽ ഇരുന്നു കൊണ്ട് അവർ കേട്ടത് തന്നെ കേട്ടിട്ട് അവർ കാട്ടിയതുപോലെ കാട്ടിയില്ലെങ്കിൽ പ്രയോജനമില്ലല്ലോ. കേൾക്കലല്ല മുഖ്യം, കേട്ടതനുസരിച്ച് പ്രവർത്തിക്കലാണ് മുഖ്യം. അതിന് അള്ളാഹു നമുക്കെവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം പറയുന്നു ദൂതർ, നിങ്ങൾ ശാപത്തെ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ശാപത്തെ വർദ്ധിപ്പിക്കുന്നു. ശപിക്കുക എന്നത് നിങ്ങളുടെ തൊള്ളയിൽ വർദ്ധിച്ചു വരുന്നു. വർദ്ധിക്കുമ്പോൾ മാത്രമാണോ നരകം? അല്ല. ലഅനത്ത് എന്ന് പറയുന്നത് മഹാതെറ്റാണ്. ശപിക്കുക ഒരാളെ നാം ഒരാളെ അല്ല, എന്തിനും ശപിക്കൽ തെറ്റാണ്. ഒരു സഹാബിയോ സഹാബിയത്തോ അവരുടെ വാഹനത്തെ അഥവാ ഒട്ടകത്തെയോ കുതിരയോ, ഒട്ടകത്തെയായിരിക്കാം, ഓർമ്മയിൽ വരുന്നില്ല, ശപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിട്ടേക്കാൻ പറഞ്ഞു. അതിനെ ഒഴിവാക്കി കളയുക. നിങ്ങളുടെ നാവിലൂടെ ശപിച്ച സാധനത്തിൻ്റെ പേര് നിങ്ങൾ ഇനി കയറാൻ പറ്റില്ല. ശപിക്കപ്പെട്ട സാധനത്തിൻ്റെ പേരെ കയറാനോ? അപ്പോൾ ശപിക്കുക എന്നത് മഹാപാപമാണ്. ആ ശാപത്തിലൂടെ നമ്മുടെ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെടുന്നു. ആ ശാപം അതിന് ഫലിക്കാൻ സാധ്യതയുണ്ട്, മുസ്ലിം ശപിക്കുമ്പോൾ പ്രത്യേകിച്ച്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവേ പറയാറുണ്ട്, നിങ്ങളുടെ സമ്പത്തിനെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, നിങ്ങളുടെ സന്താനങ്ങൾക്കെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, നിങ്ങളുടെ ശരീരത്തിനെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട്? സാഅത്തുൽ ഇസ്തിജാബ ഒരു പക്ഷേ ഒത്തുവരാൻ സാധ്യതയുണ്ട്, ഉത്തരം കിട്ടുന്ന സന്ദർഭം ഒത്തുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് തട്ടും. നിങ്ങൾക്കെതിരിൽ, നിങ്ങളുടെ മക്കൾക്കെതിരിൽ, നിങ്ങളുടെ കുടുംബത്തിനെതിരിൽ, നിങ്ങളുടെ സമ്പത്തിനെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് തട്ടും എന്നതുപോലെ തന്നെയാണ് ശപിക്കുക എന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റായ കാര്യങ്ങൾ പറയുന്നിടത്ത് അലാ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, അല്ലേ? കാദിബീൻ അല്ല കാഫിരീൻ, അതെ, അല്ലെങ്കിൽ ളാലിമീൻ. ഒരു സ്ഥലത്ത് ലഅനത്തുള്ള ഖുർആൻ മനപ്പാഠമുള്ളവരുണ്ടെങ്കിൽ ഉണർത്തുക, ഓർമ്മയിൽ വരികയാണെങ്കിൽ. ഞാനത് ഉദ്ദേശിച്ചതല്ല പറയാൻ. അപ്പോൾ അള്ളാഹു ലഅനത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നിരിക്കലോ ളാലിമീൻ അല്ലെങ്കിൽ കാഫിരീൻ എന്ന രണ്ടാലൊരാൾ വിഭാഗത്തിന് വേണ്ടി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷേ പിന്നീടത്തെ അള്ളാഹു പറയുന്നു, അള്ളാരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് സഹായിയെ ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ നാം കാണുന്നുണ്ടല്ലോ ബോർഡുകളിൽ, എന്ത്? മദീനയിൽ വെച്ചിട്ട് ആരെങ്കിലും ബിദ്അത്ത് ചെയ്താൽ അള്ളാഹു അവനെ ശപിച്ചു, നബിമാരവനെ ശപിച്ചു, മലക്കുകൾ അവനെ ശപിച്ചു, മനുഷ്യന്മാർ ശപിച്ചു. മഹാപകടമാണ്. മദീനത്തിൽ ഇരുന്നു കൊണ്ട് ശിർക്ക് ചെയ്യുക, ബിദ്അത്ത് ചെയ്യുക, ഇവിടെ ചെയ്യാൻ പാടില്ലാത്തതായ തോന്നിവാസങ്ങൾ ചെയ്യുക എന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതെ, നമ്മെ അള്ളാഹ് അനുഗ്രഹിച്ചില്ലെങ്കിൽ പെടും. നാം മദീനയിലാണ്. മദീന മണ്ണിൽ ചെയ്യാൻ പാടില്ലാത്തത് ഇവിടെ നിന്ന് ചെയ്യുന്നവരുടെ സ്ഥിതി പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അള്ളാഹ്ക്ക് വളരെ കോപമാണ് അങ്ങനെയുള്ളവരോട്. അള്ളാഹു തന്നെ ഖുർആനിൽ മറ്റൊരു ശൈലിയിൽ കപട വിശ്വാസികളോട് സംസാരിച്ച ശൈലി നാം പറയാറുണ്ട്. ഒമിൻ അഹ്ലിൽ മദീനത്തി മറദു അലൻ നിഫാഖി ലാ തഅലമുഹും നഹ്നു നഅലമുഹും സനുഅദ്ദിബുഹും മറത്തൈൻ. ഡബിൾ ശിക്ഷ നാം അവരെ ശിക്ഷിക്കും. മദീനയിൽ വെച്ചിട്ട് കാപ്പട്ട് പേര് നടക്കുന്ന ആൾ. അങ്ങനെയുള്ള വിഭാഗം എവിടെ താമസിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് കാട്ടുന്നു, എവിടെ വെച്ച് ബ്ലൂ ഫിലിം കാണുന്നു, എവിടെ വെച്ചിട്ട് കാശ് വെച്ച് കളിക്കുന്നു, ചീട്ടേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, എവിടെ വെച്ച് വ്യഭിചരിക്കുന്നു, എവിടെ വെച്ചിട്ട് തോന്നിവാസങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം നാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ മദീന ഭൂമിയുടെ പവിത്രതയ്ക്ക് വിപരീതമായിട്ട് മുർജിഫൂന ഫിൽ മദീനത്തി ലനുഗ്രിയന്നക ബിഹിം ثم لا يجاورونك إلا قليلا ملعونين أينما ثقفوا أخذوا وقتلوا تقتيلا. അവർ കൂടുതലൊന്നും ഇവിടെ താമസിക്കൂല. അവർ ശപിക്കപ്പെട്ടവരാണ്. അവരെ പിടികൂടേണ്ടതാണ്, അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ശാപം പറയുമ്പോൾ ഇത് സ്ത്രീകളെ ബാധിക്കുന്നത് മാത്രമല്ല. നമ്മുടെ വിഷയം ശാപമല്ല, ധർമ്മമാണ്. എങ്കിലും ധർമ്മം എന്ന വിഷയം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിപ്പിച്ചതായ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാനും എന്നെ സംസാരത്തിൽ ഉൾക്കൊള്ളിപ്പിക്കുന്നത്.
ശാപം എന്നത് മഹാ അപകടമാണ്. ശാപം എന്നത് നാം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ, ഒരു മുസ്ലിം ഏത് അവൻ അള്ളാഹു അനുഗ്രഹമായി നൽകിയതിനെ, അത് പെണ്ണാവട്ടെ ആണാവട്ടെ മക്കളാവട്ടെ സന്താനമാവട്ടെ സമ്പത്താവട്ടെ വാഹനമാവട്ടെ, എന്തായിരുന്നാലും വിരോധമല്ല, ക്ഷപിക്കാൻ പാടുള്ളതേ അല്ല. മലയാളത്തിൽ ഞങ്ങളുടെ ഭാഷയിലൊക്കെ പറയും എന്തോ ഒരു ചമ്പത്ത് അല്ലേ, അങ്ങനെ പറയാറുണ്ട് നിങ്ങൾ? ചമ്പത്തും ശാപൊക്കെ ഒന്നാണ് കേട്ടോ. അതേ അർത്ഥം ഉൾക്കൊള്ളുന്നതായ ഭാഗമാണ്. ഓരോ നാട്ടുകാർക്കും ഓരോ ഭാഷയായിരിക്കും. ഏതായാലും ശാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏത് പദവും നാം ഒരിക്കലും മുസ്ലിം ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നർത്ഥം. എന്നാൽ റസൂലുള്ളാഹി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ശാപം വർദ്ധിപ്പിക്കും. അവര് കുട്ടികൾക്കെതിരിൽ പ്രാർത്ഥിക്കും, ഭർത്താവിനെതിരിൽ പ്രാർത്ഥിക്കും, വീട്ടിലുള്ളതായ അടുക്കളയിൽ അവർ ചെയ്യുന്നതായ ഭക്ഷണത്തിനെതിരിൽ പ്രാർത്ഥിക്കും, അതിനെ ശപിക്കും. ഇതൊക്കെ സ്ത്രീകൾ നിട്ട് വന്നു പോകാൻ സാധ്യതയുള്ളതായ തെറ്റുകളാണ്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന നമ്മുടെ ഇവിടെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന സഹോദരിമാരൊന്നും അതിൽ പെട്ടവരല്ല എന്ന് ഞാൻ ഗണിക്കുന്നു. പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം പഠിച്ചു വെക്കൽ നല്ലതാണ്. റസൂലുള്ളാഹി സൂചിപ്പിച്ച ഭാഗം യുക്തിർനൽ ലഅന, അവർ ശാപത്തെ വർദ്ധിപ്പിക്കുന്നവരാണ്. നാവിനെ കൺട്രോൾ ചെയ്യുന്നതിൽ പുരുഷന്മാരുടെ അത്ര കഴിവ് സ്ത്രീകൾക്കില്ല എന്നത് അത് റബ്ബ് അങ്ങനെ സൃഷ്ടിച്ചതായ ഒരു ശൈലിയാണ് എന്നതുകൊണ്ട് അത് എല്ലാവരും സമ്മതിക്കേണ്ടതായ യാഥാർത്ഥ്യമാണ്. അത് കുറവല്ല. അതേ സമയത്ത് അവർ ചിന്തിക്കുന്നത് ആതിഫത്ത് കൊണ്ടാണ്, വികാരം കൊണ്ടാണ്. പുരുഷന്മാർ ചിന്തിക്കുന്നത് പലപ്പോഴും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ്. അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അവരുടെ ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്നത് സ്നേഹം, ദുഃഖം അതുപോലത്തതായിരിക്കും. അപ്പോൾ നമ്മേക്കാളും മുമ്പ് അവരുടെ നാവ് വിട്ടുകിടക്കും, അതിര് വിട്ടുകിടക്കും. അതുകൊണ്ടാണ് ആ സംഭവിക്കുന്നത്. അപ്പോൾ ആരാണ് ബുദ്ധിജീവി അവരുടെ കൂട്ടത്തിൽ? നന്നായി കൺട്രോൾ ചെയ്യുന്ന ആൾ. എന്തിനെ? നാവിനെ. നാവ് തുറക്കുന്നതിന് മുമ്പ്, തൊള്ള തുറക്കുന്നതിന് മുമ്പ്, നാവ് ഉപയോഗിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതായ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. എത്ര വലിയ പറാവുകാരെ നിർത്തിയിട്ടാണ് നാവിനെ അകത്താക്കി വിട്ടിട്ടുള്ളത് റബ്ബ്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ അല്ലേ? പറാവ് കണ്ടല്ലേ നാവിനെ, പിടുത്തം വിടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് റസൂൽ പറയുകയും ചെയ്തു, പല ശൈലിയിൽ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് ലൗ യദ്മനുലി മാ ബൈന ലിഹിയൈഹി വ റിജ്ലൈഹി അല്ലെങ്കിൽ ഫഖദൈഹി അദ്മനു ലഹുൽ ജന്ന. എനിക്ക് വാക്ക് തരികയാണെങ്കിൽ ഈ രണ്ട് ചുണ്ടിൻ്റെ മധ്യത്തിലും അകത്ത് ഉള്ളതായ നാവിനെയും അപ്രകാരം രണ്ട് തൊടയുടെ മധ്യത്തിലുള്ളതായ സാധനത്തെയും സംരക്ഷിക്കാം, അതിനെ വെക്കേണ്ടടുത്ത് വെക്കാം, അത് അതിരുവിട്ട് കിടക്കാതെ നിർത്താം എന്ന് വാക്ക് നൽകുകയാണെങ്കിൽ സ്വർഗം അവർക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടില്ലേ എത്ര പ്രാധാന്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിനെ കൺട്രോൾ ചെയ്യുന്നതിന് നൽകിയത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നാം ഈ കേൾക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഭാഗമല്ല നാവിനെ സംരക്ഷിക്കുക എന്നത്. തുക്സിർനൽ ലഅന, അതുപോലെ തന്നെ തക്ഫുർനൽ അശീർ, നന്ദി കേട് കാട്ടുക, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ മുമ്പിൽ നന്ദി കേടിൻ്റെ പദപ്രയോഗം പെട്ടെന്ന് ഉപയോഗിക്കുക എന്നീ കാര്യത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാളും മുൻപന്തിയിലാണ്. അത് പുരുഷന്മാരിലും ഉണ്ട് എന്നത് വ്യാപകമാണ് ഇല്ലേ? ഓരോരുത്തരും അവരവരെ പരിശോധിച്ചാൽ മതി. ചിലർക്ക് ക്ലാസ്സിനൊക്കെ വരും, ക്ലാസ്സിന് വന്നിട്ടോ 5 വക്ത് നമസ്കരിക്കുന്ന കാര്യത്തിൽ മൂപ്പരില്ല. നിങ്ങളെക്കുറിച്ചല്ല, എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എത്രയോ ക്ലാസ്സിന് പോകുന്നവരെ നാം അതേ സമയത്ത് ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുക്കുന്നവരും ചിലപ്പോൾ താടിയൊക്കെ വെച്ചവരും ചിലപ്പോൾ കണ്ടാൽ ദീനി സിമാത്തുള്ളവർ, ദീനി അടയാളമുള്ളവർ വരേക്കും അവരിയ്ക്കാൻ പറ്റാത്ത മേഖലകളിൽ അവരെ നാം കാണാറുണ്ട്. അപ്പോൾ സ്ത്രീകളെ മാത്രം നാം കുറ്റം പറയുന്നതല്ല, മറിച്ച് പലരിലും വരാൻ സാധ്യതയുള്ള നന്ദികേടാണത്. റബ്ബിൻ്റെ നന്ദി പ്രകടിപ്പിക്കുന്ന വ്യക്തികളിൽ നിന്നിട്ട് 5 വക്ത് നേരത്ത് നമസ്കാര വേളയിൽ അവൻ പള്ളിയിൽ ഇല്ലെങ്കിൽ അത് ഏറ്റവും വലിയ നന്ദികേടാണ് കൂട്ടരെ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, നിഷേധിച്ചു കൊണ്ടാണ് ഒരാൾ നമസ്കരിക്കാതിരിക്കുന്നതെങ്കിൽ നമസ്കരിക്കാത്തവൾ കാഫറാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ഇടയിൽ. നിഷേധിച്ചിട്ടല്ല എങ്കിൽ ചർച്ചയുണ്ട്. ഒരു വിഭാഗം പറയുന്നു എന്നാലും കാഫറാണ് എന്ന്. നോക്കൂ,
നിഷേധിക്കാതെയാണ് നമസ്കാരം ഒഴിവാക്കുന്നത്. ഈ നമസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഖളാ ആക്കുക എന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയാണ്. നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ അതൊരു സർവ്വസാധാരണയാണ്. അങ്ങനെയുള്ള സാധനം തന്നെ ഇസ്ലാമിലില്ല, ഈ ഖളാ ആക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള സാധനം തന്നെ ഇല്ല ഇസ്ലാമിൽ. അതുകൊണ്ട് തന്നെ കരുതി കൂട്ടി നമസ്കാരം അതിൻ്റെ ടൈം ഒഴിവാക്കിയതിൻ്റെ ശേഷം നമസ്കരിച്ചാൽ സലഫ് സാലിഹ്യങ്ങളുടെ ഇടയിൽ ചർച്ചയുണ്ട്, അതിന് പ്രതിഫലമുണ്ടോ ഇല്ലേ എന്നതിൽ, വാജിബ് വീട്ടുമോ ഇല്ലേ എന്നതിൽ. നമ്മുടെ വിഷയം ഇപ്പോൾ നമസ്കാരമല്ലാത്തതുകൊണ്ട് അവിടെ നീട്ടുന്നില്ല. പക്ഷേ നാം എപ്പോഴും തഖ്വയുടെ കാര്യം മറക്കാൻ പാടുള്ളതല്ല. ഏത് സബ്ജക്റ്റ് പറഞ്ഞാലും ഏത് വിഷയം പറഞ്ഞാലും നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് എന്ത്? നാം ദൈനംദിനം കേൾക്കുന്നതായ ഈ ക്ലാസ്സുകളിലൂടെ നമ്മുടെ ഈ റസീദിന്, റസീദ് അറിയില്ലേ അല്ലേ, ബാങ്കിൽ നാം റസീദ് തുറന്നു വെക്കും അല്ലേ, അക്കൗണ്ട്. ആ അക്കൗണ്ട് തുറന്നു വെച്ചാൽ നമ്മുടെ പുതിയ എന്താണ്, നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പാലസ് കെട്ടാനുള്ള കാശായി തീരണം. അതിങ്ങനെ വർദ്ധിപ്പിച്ച് 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 വരും. അത് നമുക്ക് ഫലപ്പെടാനും ഫലപ്പെടാതിരിക്കാനും സാധ്യതയുള്ളതായ ആ നശ്വര ലോകത്തിലേക്കുള്ള നേട്ടത്തെക്കുറിച്ചാണ്. അതേസമയത്ത് നാം ഈ ചെയ്യുന്നതായ പ്രവർത്തനം നമ്മുടെ പരലോക അക്കൗണ്ടിൽ, പരലോക ബാങ്കിൽ റസീദ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. റബ്ബ് തീർത്ത് പറഞ്ഞതാണ്, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ വമാ തഫ്അലൂ മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്. നിങ്ങൾ എന്ത് നന്മ ചെയ്തു അത് അള്ളാഹ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, റിക്കാർഡാക്കുന്നുണ്ട്. അത് സൂക്ഷിച്ച് വെച്ചിട്ട് അതിനെ ഡബിൾ ട്രിബിൾ അല്ല ഇരട്ടിയാക്കിയിട്ട് നിങ്ങൾക്ക് റബ്ബ് മടക്കിത്തരുക തന്നെ ചെയ്യും. അതാണ് പരലോക ബാങ്കിൻ്റെ സ്ഥിതി. ഈ പരലോക ബാങ്കിൻ്റെ കാര്യം നാം ഏത് ക്ലാസ്സിലും മറക്കാൻ പാടുള്ളതല്ല. അതിന് ഏറ്റവും മുഖ്യം എന്ത് വേണം? തൗഹീദ് ക്ലിയർ ആവണം. അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ആരാധന സമർപ്പിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിക്കുന്ന ഒറിജിനൽ മുവഹിദ് അല്ലാതെ എത്ര തന്നെ റസീദ് ബാങ്ക് പരലോക ബാങ്കിന് വർധനവുണ്ടാക്കിയാൽ അത് പരലോകത്തിൽ അവന് ലഭിക്കുകയില്ല. അത് വേദനപ്പെട്ട ധൂളിയായി പറക്കപ്പെടും. സഹോദരന്മാരെ, സഹോദരികളെ, ഓ തക്ഫുർനൽ അശീർ. ചില ഹദീസുകളിൽ കാണാം, നിങ്ങൾ ഈ കാണുന്ന ഉഹദ് പർവ്വതത്തിൻ്റെ അത്ര നിങ്ങളുടെ കെട്ടിയ പെണ്ണിന് കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുത്താലും ഒരു പ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച വരുമ്പോൾ നിങ്ങളെ കൊണ്ടൊരു നന്മ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല എന്ന പദപ്രയോഗം അവളിൽ നിന്നിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പദപ്രയോഗം നിറഞ്ഞ ഈമാനിൻ്റെ ഉടമകളായ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായ, ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരായ, ഖുർആനും സുന്നത്തും കേൾക്കുന്നവരായ സഹോദരിമാരിൽ നിന്നിട്ട് ഉണ്ടാവാൻ പാടുള്ളതല്ല. അതെല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നവരാണ് മുത്തഖീങ്ങളായ സഹോദര സഹോദരിമാർ. കേൾക്കാൻ പോകുന്നത് പോലെ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓതിയതായ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് എത്തുമ്പോൾ അവിടേക്ക് എത്തുകയാണെങ്കിൽ, റസൂൽ പറയുന്നു, മാ റഅയ്തു മിൻ നാഖിസാതി അഖ്ലിൻ വദീനിൻ അദ്ഹബ ലിലുബ്ബിർ റജുലിൽ ഹാസിം. ഞാൻ സ്ത്രീകളുടെ കൂട്ടത്തിൽ ചിന്ത വേണ്ടതുപോലെ ചിന്തിക്കാതെ, ബുദ്ധി ഉപയോഗിക്കുന്നതുപോലെ ഉപയോഗിക്കാത്ത, ദീനിൽ പുരുഷന്മാരെ പോലെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നേടേണ്ട നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിൽ വീഴ്ച വരുന്നവരുമായ സ്ത്രീകളുടെ കൂട്ടത്തിൽ അതിബുദ്ധിശാലികളായ, അദ്ഹബ മിൻ ലുബ്ബിർ റജുലിൽ ഹാസിം, അതിബുദ്ധിശാലികളായ പുരുഷന്മാരുടെ ബുദ്ധിയെ തന്നെ മികച്ചു നിൽക്കുന്ന രൂപത്തിലുള്ളതായ സമീപനങ്ങൾ എത്രയെത്ര അങ്ങനെയുള്ള സ്ത്രീകൾ നിന്നിട്ട് കാണുന്നു എന്ന് റസൂലുള്ളാഹി. മനസ്സിലായോ? അപ്പോൾ സ്ത്രീകളിൽ നിന്നിട്ട് നമ്മുടെ ക്ലാസ് ഫാമിലി ക്ലാസ്സിനായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ പുരുഷന്മാർക്ക് ചർച്ചയിൽ പെണ്ണിനോട് മികച്ചു നിൽക്കാൻ പറ്റില്ല. പല പെണ്ണുങ്ങളോടും അങ്ങനെയായിരിക്കും. സംസാരിക്കാനുള്ളതായ, സംസാരത്തിൽ പുരുഷനെ മികച്ചു നിൽക്കാനുള്ള കഴിവൊക്കെ ചിലപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കും. എത്രത്തോളം ചില സ്ത്രീകളുടെ സമീപനത്തിലൂടെ റസൂൽ പറയും പോലെ നല്ല അതിബുദ്ധിശാലിയായ ഉമറിനെ കുറിച്ച് കഥ പറയാറുണ്ടല്ലോ. എന്ത്? ഉമറിൻ്റെ അടുക്കലേക്ക് പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒരാൾ വന്ന കഥ ഇല്ലേ? നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പഴയ കാലഘട്ടങ്ങളിലൊക്കെ സഫാ ഹാളിൽ വെച്ചിട്ട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് കേസുമായി വരാണ് ഒരാൾ. എന്ത് കേസ്? ഭാര്യയുടെ സമീപനം ക്ലിയർ അല്ല, ഭാര്യയുടെ സ്വഭാവം ക്ലിയർ അല്ല, ഭാര്യ എപ്പോഴും എൻ്റെ സംസാരത്തിൽ, അവളുടെ സംസാരം എൻ്റെ സംസാരത്തേക്കാൾ മികച്ചു നിൽക്കുന്നു, എന്നെ പരാജയപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള ശൈലിയായിരിക്കും മൂപ്പർ പറയാൻ പോകുന്നത്. വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ശബ്ദം കേട്ടു എന്നാണ്. അപ്പോൾ ശബ്ദം കേട്ടു നോക്കുമ്പോൾ ഉമറിൻ്റെ ഭാര്യയോട് ചർച്ച നടത്തുന്നതാണ്.
ഇത് കേട്ടപ്പോൾ ഖലീഫ ഉമർ തന്നെ അവരുടെ ഭാര്യയുമായിട്ട് വക്കാണം കൂടുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയണം അവരോടൊന്ന് മനസ്സിലാക്കി മൂപ്പര് ബേക്ക് പോയി എന്നാണ്. പോകുമ്പോൾ ഇത് ഉമർ കണ്ട് മടക്കി വിളിച്ച് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു എന്നാണ്. പറഞ്ഞു പോലോ ഉമറിനോട്, ഞാൻ വന്നത് എൻ്റെ വീട്ടിലുള്ളതായ വക്കാണത്തിന് അറുതി വരുത്താനാണ് നിങ്ങളെ കണ്ടിട്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഞാൻ ഇങ്ങനെയുള്ള ഏറ്റുമുട്ടൽ കേട്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതല്ലേ എന്ന് മനസ്സിലാക്കി ഞാൻ തിരിച്ചു പോവാണെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ പറഞ്ഞു പോലും, കഥയാണ് കേട്ടോ, ഹദീസൊന്നും അല്ല, പറഞ്ഞു പോലെ എന്ത്, അവര് നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ അവർക്ക് മുലയൂട്ടുന്നു, നമ്മുടെ വീട് പരിപാലിക്കുന്നു, നമ്മുടെ അഭാവത്തിൽ നമ്മുടെ വീടിനെ അവർ സംരക്ഷിക്കുന്നു, നമ്മുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നു. അവർ ധാരാളം അധ്വാനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ അവർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അതിന് വിട്ട് കടന്നു പോകുന്നുണ്ട് എന്നത് മാത്രം പരിഗണിച്ചുകൊണ്ട് അവരോട് ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുന്നത് ബുദ്ധിജീവി ചെയ്യാൻ പാടുള്ളതല്ലോ. നാം എന്ത് വേണം? വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. ബാലൻസ് ശരിയാക്കിയിട്ടാണ് പെണ്ണുങ്ങളോട് പെരുമാറേണ്ടത്. അവരങ്ങനെ ധൃതി കൂട്ടി സംസാരിക്കുമ്പോൾ നിനക്ക് അല്ലാഹ് എന്ത് തന്നിട്ടുണ്ട്? നിന്റെ കസ്റ്റഡിയിലാണ് അവൾ. അവളെ സംരക്ഷിക്കാൻ നിന്നോട് റസൂലിന്റെ അവസാനത്തെ പ്രസംഗത്തിൽ, അവസാനത്തെ ആഹ്വാനങ്ങളിൽ അറഫയിൽ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ വരെ പറഞ്ഞു, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം, മുസ്ലിങ്ങളെ, മനുഷ്യരാശിയെ. فإنكم أخذتموهن بأمانة الله واستحللتم فروجهن بكلمة الله. അള്ളാഹുമായിട്ട് നിങ്ങൾ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടാണ് അവരെ നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കി തന്നത്. ഒരു വലിയ മീസാഖൻ ഖലീള, കട്ടിയുള്ള എഗ്രിമെന്റ് നടന്നിട്ടുണ്ട് നിങ്ങളും അവരുമായിട്ട്, അല്ലേ? അതുകൊണ്ട് ആ സംരക്ഷണം നിങ്ങൾ നടത്തണം എന്നത് ഉമറിന് അറിയുന്നത് കൊണ്ട് കഥ ശരിയാണെങ്കിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒന്നിരിക്കലോ ഈ വക്കാണൊക്കെ അതിനൊക്കെ വലിയ വയസ്സൊന്നുമില്ല ചങ്ങാതി എന്ന് കൂട്ടിച്ചേർത്തു എന്നാണ്. എന്താണ്? ഒന്നിരിക്കലോ ഞാൻ മരിക്കും, അവൾക്ക് അത് പ്രയാസമില്ലാതെ ജീവിക്കാം, അല്ലെങ്കിൽ അവൾ മരിക്കും, എനിക്ക് പ്രയാസമില്ലാതെ ജീവിക്കാം, അങ്ങനെ കാത്തു നിൽക്കലല്ലാതെ ഇങ്ങനെയുള്ളതായ വക്കാണങ്ങൾ മാറി ജീവിതം മുന്നോട്ട് ഭാര്യ ഭർത്ത ജീവിതം കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ലാതെ പഠിപ്പിക്കും പോലെ. മനസ്സിലായല്ലോ? ഏത് സ്പൂണ് പാത്രത്തിൽ തട്ടാതെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പാത്രത്തിൽ തട്ടുക എന്നത് അതിൻ്റെ സ്വഭാവമാണ്. അത് തന്നെയാണ് ഇതിൻ്റെയും ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സ്വഭാവം. അതിൻ്റെ ആസ്വാദനം തന്നെ വക്കാണം ഉണ്ടാകുക, നന്നാകുക, വക്കാണം ഉണ്ടാവുക, നന്നാവുക എന്നതിലൂടെയാണ് നൃത്തം. ما رأيتم من ناقصات عقل ودين أذهب للب الرجل الحازم من إحداكن يا معشر النساء. റസൂലിന്റെ വിളിയാണത്. പെണ്ണുങ്ങളുടെ സമൂഹമേ. ثم انصرف فلما صار إلى منزله. റസൂലുള്ളാഹി പെരുന്നാൾ പ്രസംഗം നടത്തിയതിന്റെ ശേഷം വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ കൂട്ടത്തിൽ ബുദ്ധിമതിയായ ഒരു പെണ്ണിന്റെ സംശയം ഉടലെടുത്തു. അവർ സംശയം തീർക്കാൻ ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ നബിയുടെ വീട്ടിലേക്ക് ചെന്നതായ വേളയിൽ അവരുടെ പേര് സൈനബത്ത് എന്നാണ്. സൈനബ് എന്നാണ് അവരുടെ പേര്. ഇബ്നു മസ്ഊദിന്റെ ഭാര്യയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, വേറെ റിപ്പോർട്ടിലൂടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിലാലാണെന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു, റസൂലെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ് ഹാദിഹി സൈനബ്, ഇതാ സൈനബ് വാതിൽക്കൽ നിൽക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ചോദ്യം അവിടെ റസൂലിന് ഏത് സൈനബാണെന്ന് അറിയണം. എന്തിനാണ്? ഇത് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പാഠമായി തീരാൻ വേണ്ടി തന്നെ. അയ്യുസയാനിബി, ഏത് സൈനബാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ നേതാവാണ്, മുസ്ലിങ്ങളുടെ റസൂലാണ്, ദൂതരാണ്. അവരുടെ നന്മയും പ്രയാസവും എല്ലാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ്. ഓരോ വീടുകളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തിയാണ്. എന്നതുകൊണ്ട് തന്നെ സൈനബമാരുടെ എണ്ണങ്ങൾ റസൂലിന് പരിചയമുള്ളതുപോലെ അയ്യുസയാനിബി, ഏത് സൈനബാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി കിട്ടിയത് അത് ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബാണ് എന്ന് മറുപടി കിട്ടി. അതെ, റസൂലിന് ആളെ മനസ്സിലാക്കാൻ പറ്റി. അതെ, യാ നബിയല്ലാഹ്, ആ സഹോദരി സംസാരിക്കുകയാണ്. ദൂതരെ, ഇന്നക അമർത ബിസ്സദഖത്തിൽ യൗം, ഇന്ന് നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ ധർമ്മം ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൽപ്പിച്ചല്ലോ.
എൻ്റെ അടുക്കൽ ആഭരണമുണ്ട്, ലീ അത് എൻ്റെ ആഭരണമാണ്. ഞാൻ ഇത് നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോൾ അത് ധർമ്മം ചെയ്യാൻ വേണ്ടി ഞാൻ മനക്കെട്ടു, ഞാൻ മുന്നോട്ട് വന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് ഇബ്നു മസ്ഊദ് എന്നോട് വാദിച്ചു, എന്നോട് പറഞ്ഞു, അന്നഹു അഥവാ ആ ഇബ്നു മസ്ഊദും വലദഹു ഇബ്നു മസ്ഊദിന്റെ കുട്ടികളും അഥവാ എൻ്റെ കുട്ടികൾ, എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടികളും അഹഖു മൻ തസദ്ദഖ്തു ബിഹി അലൈഹിം, ഞാൻ ധർമ്മം ചെയ്യുന്നവരിൽ ഏറ്റവും അർഹപ്പെട്ടവർ അവരാണ്. ഈ കാശ് പുറത്തു പോകാൻ പറ്റൂല, അതിന് അർഹപ്പെട്ട അതില്ലാതെ രൂപത്തിൽ ജീവിക്കാൻ പറ്റാത്തവരായ ഭർത്താവ്, അവശരായ ഭർത്താവ്, കഴിവില്ലാത്ത ഭർത്താവ് വീട്ടിലുണ്ട്, കഴിവില്ലാത്ത കുട്ടികൾ വീട്ടിലുണ്ട്, അവർക്കാണ് കൊടുക്കാൻ അർഹതയെന്ന് എൻ്റെ ഭർത്താവ് വാദിക്കുന്നു. ദൂതരേ, കേട്ടില്ലേ നമ്മുടെ നേതാക്കളുടെ വീടിൻ്റെ സ്വഭാവം? നമ്മുടെ നേതാക്കളുടെ വീട്ടിൻ്റെ സ്വഭാവം കേട്ടില്ലേ? അവർ ധർമ്മം ചെയ്യാൻ തുനിയുന്നു, പക്ഷെ അവരുടെ വീട്ടിൽ പകരമൊന്നുമില്ല എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവ് പറഞ്ഞു, നിങ്ങളിത് കൊടുത്താൽ എനക്കെങ്ങനെ ജീവിക്കാൻ പറ്റും, കുട്ടിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാനല്ലേ അർഹത എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് ആ സഹോദരി വരുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദ്റത്തിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ബുഖാരിയിൽ, മുസ്ലിമിൽ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സദഖ ഇബ്നു മസ്ഊദ് പറഞ്ഞത് വളരെ സത്യമാണ്, അദ്ദേഹത്തിൻ്റെ ഫത്വ അംഗീകരിക്കേണ്ട ഫത്വയാണ്. അതെ, കാരണം റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, എന്ത്, നിങ്ങൾ വല്ല വ്യക്തികളോടും ഈ ഖുർആൻ ഇറങ്ങിയതുപോലെ തരീയൻ, അങ്ങനെ തന്നെ പച്ചയായ, ഏത് ചേഞ്ചില്ലാത്ത, വള്ളിക്കോ പുള്ളിക്കോ ചേഞ്ചില്ലാത്ത ഒറിജിനൽ ജിബ്രീൽ കേൾപ്പിച്ച ശൈലിയിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഇബ്നു മസ്ഊദിൽ നിന്നിട്ട് അഥവാ ഇബ്നു ഉമ്മ അബ്ദ് എന്നാണ് അവരെ റസൂൽ ആ ഹദീസിൽ പറഞ്ഞത്. ഇബ്നു മസ്ഊദിനോട് നിങ്ങൾ കേട്ടോളീൻ, അവരിൽ നിന്നിട്ട് നിങ്ങൾ പഠിച്ചോളീൻ എന്ന് റസൂൽ സർട്ടിഫിക്കറ്റ് നൽകിയ, വിജ്ഞാനത്തിൽ വൈറ്റുള്ള ഉഹദ് പർവ്വതത്തിനോട് തുല്യപ്പെടുത്തപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. കൂർത്ത കാലിൻ്റെ ഉടമയാണ്. ഒരവസരത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ മീതെ കയറിയിരുന്നപ്പോൾ രസം പറഞ്ഞു, ചിരിച്ചു സഹാബാക്കൾ, എന്നിട്ട് ചിലർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂർത്ത കാലാണെങ്കിലും വിജ്ഞാനത്തിൽ ഈ ഉഹദ് പർവ്വതത്തിനോട് തുല്യതയുള്ളതായ അറിവിൻ്റെ ഉടമയാണ് എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ വലിയ പടുകൂറ്റൻ സഹാബാക്കൾ മരിച്ച ശേഷം മദീനയിൽ അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിൽ മഹാനായ ഇബ്നു മസ്ഊദ് ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഇൽമു തഫ്സീറിനെ കുറിച്ച്, ഖുർആന്റെ ഇൽമിനെ കുറിച്ച് എൻ്റെ അത്ര അറിവുള്ള ആൾ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായ വാർത്തയും ഇബ്നു മസ്ഊദിന്റെ ഹിസ്റ്ററിയിൽ കാണാം. അതെ, അത് ചില സന്ദർഭത്തിൽ അത് എന്തല്ല ലോകമാന്യമായിട്ട് ഗണിക്കപ്പെടുകയില്ല. ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഒരു നിറഞ്ഞ പണ്ഡിതനുണ്ട്, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കാരണത്താൽ അദ്ദേഹത്തിന് അറിയാം ഇവിടെയുള്ളവരൊക്കെ ഞാൻ മനസ്സിലാക്കിയതുപോലെ നീ മനസ്സിലാക്കിയിട്ടില്ല എന്ന്. പക്ഷേ ജനങ്ങൾ ആരുടെ വാക്ക് പാലിക്കുന്നില്ല, താനും എന്ത് പറഞ്ഞാലും കൂട്ടാക്കൂല. അങ്ങനെ കാണുകയാണെങ്കിൽ ആ പണ്ഡിതന് വിവരിച്ചു കൊടുക്കാം, കൂട്ടരെ ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവർ പഠിച്ചിട്ടില്ല, ഇവർക്ക് അതിനെക്കുറിച്ച് വിവരമില്ല, പരിശോധിച്ച് നോക്കിക്കോളീൻ എന്നൊക്കെ വേണമെങ്കിൽ അവൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടിയല്ല, മറിച്ച് അവൻ പറഞ്ഞു കൊടുക്കുന്ന വിജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകർത്താൻ സഹായകമാവാൻ വേണ്ടി പറയാമെന്ന് പഠിപ്പിക്കും പോലെ ഇബ്നു മസ്ഊദ് അങ്ങനെ പറഞ്ഞതായി കാണുന്നു റളിയല്ലാഹു തആല അൻഹു. അവരൊക്കെ പറയാൻ അർഹപ്പെട്ടവരായിരുന്നു. കാരണം അബ്ദ് കൊണ്ട് തുടങ്ങുന്ന ഇൽമിൻ്റെ പർവ്വതങ്ങളെ നാം ഇവിടെ പരിചയപ്പെടുത്തിയിട്ടില്ലേ? എത്ര പേരാണത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റസൂലുള്ള തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ബഹറുൽ ഇൽമ്, ഹബറുൽ ഉമ്മത്തിന്റെ മഷി, ഇൽമിൽ ഉമ്മത്തിന്റെ മഷി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നതായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ. പിന്നെയോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ അബ്ദുല്ല. പിന്നെ നാം ഇപ്പോൾ പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. പിന്നെയോ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്. പിന്നെയോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. ഈ 5 അബാദിലത്തുൽ ഖംസ, അബാദിലത്തുൽ ഖംസ, 5 അബ്ദു കൊണ്ട് തുടങ്ങുന്നവർ ആരായിരുന്നു? യുവാക്കൾ. ഇവരുടെ കൂട്ടത്തിൽ കുറച്ച് വയസ്സുള്ള ആള് ഇബ്നു മസ്ഊദാണ്, മറ്റുള്ളവരൊക്കെ ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരായ യുവാക്കൾ വിജ്ഞാനത്തിൽ പർവ്വതം പോലോത്തവരായിരുന്നു. റസൂലുള്ളാഹിയുടെ കൂടപ്പറപ്പായി ജീവിച്ച്
ഹദീസുകൾ ലോകവ്യാപകമാക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ പണ്ഡിതന്മാരായിരുന്നു. നാം പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പഠിച്ച് എൽമുള്ള ആളായി മാറി അത്തരം കാര്യങ്ങൾ ഭാവി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം നാം അത് ചെയ്യേണ്ടത്. അതെ, റസൂലുള്ളാഹി പറയുന്നു, സദഖ ഇബ്നു മസ്ഊദ് പറഞ്ഞ വാക്ക് ശരിയാണ് പെണ്ണേ. ഇബ്നു മസ്ഊദിന്റെ ഭാര്യയോട് പറയാണ്. അതുകൊണ്ട് നാം റമദാൻ മാസത്തിലൊക്കെ സക്കാത്ത് പറയുമ്പോൾ പറയാറുണ്ട്, സക്കാത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വാപ്പാക്ക് കൊടുക്കരുത്, ഉമ്മാക്ക് കൊടുക്കരുത്. ഉമ്മാക്കും വാപ്പാക്കൊക്കെ നാം നിർബന്ധമായിട്ട് അവരുടെ ചെലവ് നിർവഹിക്കേണ്ടവരാണ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത് സക്കാത്ത്. അതേസമയത്ത് ആർക്ക് കൊടുക്കാം? ഭർത്താവിന് സക്കാത്ത് കൊടുക്കാമെന്ന് നാം സക്കാത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയും ചർച്ചയുണ്ട്. വേറെ കൊടുക്കാൻ ആരുമില്ലാത്ത ഇബ്നു മസ്ഊദിന്റെ ഭാര്യയെ പോലെയാണെങ്കിൽ അതെല്ലാം നിർബന്ധ സക്കാത്തിൽ തന്നെ പെടും എന്നത് മക്കൾക്കാണെങ്കിലും എന്ന് പറഞ്ഞവരുമുണ്ട്. കാരണം ഈ ഭാര്യയുടെ ബാധ്യതയല്ല, പെണ്ണിൻ്റെ ബാധ്യതയല്ല മക്കളെ പോറ്റൽ. പെണ്ണിൻ്റെ ബാധ്യതയല്ല ഇസ്ലാമിൽ മക്കളെ പോറ്റൽ. ആരുടെ ബാധ്യതയാണ്? ഭർത്താവിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ ഭർത്താവിന് കഴിവില്ലെങ്കിൽ ആ കാര്യം ഭാര്യ നിർവഹിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവരിൽ നിന്നിട്ട് ധർമ്മമായി സ്വീകരിക്കും എന്ന അർത്ഥത്തിലേക്ക്. അതുകൊണ്ട് നീ ധർമ്മം കൊടുക്കുന്നവരിൽ ഏറ്റവും അർഹപ്പെട്ടതായ ധർമ്മം അത് നിങ്ങളുടെ ഭർത്താവും കുട്ടികളുമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു എന്നാണ് ഷോർട്ട്. അതെ, വേറൊരു സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. ഇതേ അർത്ഥം ഉൾക്കൊള്ളുന്ന ഇതിൻ്റെ പരിപൂർണതയെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഖുതുബോദാണ് റസൂൽ പറയുന്നു, യദുൽ മുഅതി അൽ ഉലിയ, കൊടുക്കുന്നവന്റെ കൈ മീതെ നിൽക്കുന്നു. വേറെ ഹദീസിലുണ്ട്, അൽ യദുൽ ഉലിയ ഖൈറും മിനൽ യദിസ് സുഫ്ലാ മിനൽ യദിസ് സുഫ്ലാ, മീതെ നിൽക്കുന്ന കൈ താഴെ നിൽക്കുന്ന കൈയേക്കാൾ ഉത്തമമാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മീതെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈ, താഴെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വാങ്ങുന്ന കൈ. അപ്പോൾ മീതെ നിൽക്കുന്ന കൈ ആയിരിക്കണം നിന്റെ കൈ എപ്പോഴും മീതെ നിൽക്കുന്ന കൈ ആയിരിക്കണം. പക്ഷേ കൊടുക്കുമ്പോൾ നീ ഡ്രാഫ്റ്റ് ആക്കുമ്പോൾ, നീ കാശ് അയക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ടത് നിന്നിലൂടെ അല്ലാതെ ജീവിക്കാൻ പറ്റാത്തവരാരുണ്ട് അവരെ നീ മുന്തിപ്പിക്കണം, അവരിലൂടെ നീ ആരംഭിക്കണം. സുബ്ഹാനല്ലാഹ്, എത്ര ക്ലിയർ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, എത്ര അനുഗ്രഹം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. നീ കൊടുക്കുമ്പോൾ പേരും പെരുമയ്ക്ക് വേണ്ടി പലർക്കും ഡ്രാഫ്റ്റ് ആക്കലല്ല. അതിനു മുമ്പ് നീ ചിന്തിക്കേണ്ടത് നിന്റെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന നിന്നോടുള്ള പരലോകത്തിൽ ചോദിക്കും അവർ പട്ടിണി കിടന്നാൽ. അങ്ങനെയുള്ളവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ശേഷിക്കുന്നുണ്ടെങ്കിലാണ് പുറത്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് റസൂൽ കൂടിച്ചേർക്കുന്നു, ബിമൻ തഊൽ എന്ന് പറഞ്ഞാൽ ആരാണ്? നീ ഏറ്റെടുക്കേണ്ടവർ, നിന്റെ ബാധ്യതയായി മാറുന്നവർ. ഉമ്മുക വ അബാക വ ഉഖ്തുക വ അഖാക സുമ്മ അദ്നാക. നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, നിന്റെ സഹോദരൻ, നിന്റെ സഹോദരി, പിന്നെ അടുത്തവരെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ധവിശ്വാസം കൊള്ളുന്നവരുമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. നസായി റിപ്പോർട്ട് ചെയ്യുന്നു 2532. ഇമാം ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി സഹിയാക്കി കണ്ടു. ഇമാം അഹ്മദ് 16664 നമ്പർ ഹദീസിൽ. ക്ഷീണം വന്നോ? നിർത്തണോ? അതെ, എപ്പോഴാണ് ധർമ്മം ചെയ്യേണ്ടത്? പിന്തിപ്പിക്കാം. ഒന്നിച്ചിട്ട് കാശൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നിച്ചാവാൻ നോക്കാൻ പറ്റുമോ? അല്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, ദൈനംദിനം 1 റിയാലെങ്കിലും സദഖ ചെയ്തിട്ട് പ്രാക്ടീസ് ആക്കുക. 1 റിയാലെങ്കിലും എല്ലാ ദിവസവും ധർമ്മം ചെയ്ത ആളായി മാറാൻ വേണ്ടി. അബൂബക്കർ കാട്ടാറുള്ളത് പോലെ റസൂൽ ചോദിച്ചല്ലോ ഒരവസരത്തിൽ, ഇക്കൂട്ടത്തിൽ ആരുണ്ട് ഇന്ന് ധർമ്മം ചെയ്ത ആൾ, ആരുണ്ട് ഇന്ന് നോമ്പുള്ള ആൾ, ആരുണ്ട് ഇന്ന് രോഗിയെ സന്ദർശിച്ച ആൾ, ആരുണ്ട് ഇന്ന് മയ്യത്ത് പരിപാലനം ചെയ്ത ആൾ? ഇത് 4ഉം ഒരുമിച്ച് കൂടിയ ആളായിട്ട് അവിടെ കണ്ടത് അബൂബക്കറിനെ മാത്രമാണ്. റസൂൽ പറഞ്ഞു, ഈ 4 എണ്ണം ഒരു ദിവസത്തിൽ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ ദഖലൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളായി മാറുക തന്നെ ചെയ്തു. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നാം കേട്ടാറുണ്ടോ? ഞാൻ മയ്യത്ത് പരിപാലനം പറയുമ്പോൾ പറയാറുണ്ട്,
ഞാനടക്കമുള്ള നമ്മളിലുള്ള വീഴ്ചയാണ്. നമ്മുമായി ബന്ധപ്പെട്ട ആൾ മരിക്കണം, ഇല്ലെങ്കിലോ റൂം മെമ്പർ മരിക്കണം, അല്ലെങ്കിൽ കുടുംബ മെമ്പർ മരിക്കണം, എന്നാലേ ബക്കയിൽ കാണുള്ളൂ, അല്ലെങ്കിൽ ബക്കയിൽ കാണൂല. റസൂലോ ചുരുങ്ങിയാൽ ഒരു 9 ദിവസത്തിൽ പ്രാവശ്യം എന്നാണ് ആയിഷാന്റെ ഹദീസ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആയിഷാന്റെ ഓഹരി വരൽ 9 ദിവസം കൂടുമ്പോഴാണല്ലോ. ആയിഷാന്റെ ഓഹരി വരുമ്പോൾ മറ്റുള്ളവരുടെ ഓഹരിയിൽ പോയിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. റസൂൽ ഖബറിന്റെ അടുക്കലേക്ക് പോകും, ഖബറാളികൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും, ഖബറാളികളോട് സലാം പറയും എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അത് നാം ഒഴിവാക്കിയ മെരിപ്പിച്ച സുന്നത്താണ്. കഴുകിയിട്ട് കുട്ടി നഷ്ടപ്പെടാനും പാടുള്ളതല്ല. കഴുകാതെ കുട്ടി അഴുക്കിൽ പുരണ്ടു പോകാനും പാടുള്ളതല്ല. മനസ്സിലായില്ലേ? നാം അനാചാരം എതിർത്ത് നമ്മുടെ കോലം തന്നെ കാണൂല ഖബർസ്ഥാനങ്ങളിൽ. ആര് പഠിപ്പിച്ചു? ആര് പറഞ്ഞു? അങ്ങനെയല്ല പഠിപ്പിച്ചത് ഇസ്ലാം. പഠിപ്പിച്ചത് നിനക്ക് മരണമോർക്കാൻ വേണ്ടി നീ സാധാരണ ഖബർ സന്ദർശിച്ചു കൊണ്ടേയിരിക്കണം. അല ഫസൂറുഹ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ കുൻതു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ. മദീനയിൽ വന്ന ശേഷം റസൂലുള്ളാഹി പഠിപ്പിച്ച ശൈലിയാണ്. അവിടെ കണ്ടതും കേട്ടതും പൂജിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ അത് പറഞ്ഞിരുന്നില്ല. മദീനയിൽ വന്ന ശേഷമാണ് പറഞ്ഞത്, ഇന്നു മുതൽ ഇതാ നിങ്ങൾ എന്ത് ചെയ്യുക, പണ്ടൊരു കാലഘട്ടത്തിൽ നിങ്ങളോട് ഞാൻ ഖബർ സന്ദർശനം നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഖബർ സന്ദർശനത്തോടു കൂടി അപകടം ചെയ്യുമെന്ന് റസൂലിന് തോന്നിയ കാലഘട്ടത്തിൽ പറഞ്ഞില്ല. അപ്പോൾ അപകടമുണ്ടാവാൻ പാടില്ല എന്നതാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അഥവാ അപകടമില്ലാതെ ഇനിമേലിൽ അവരിൽ നിന്നിട്ട് അപകടം ഉണ്ടാവുകയില്ല. ഖബർ ആളികളോട് പ്രാർത്ഥിക്കുകയില്ല, ഖബറിന്റെ പരിസരത്തിൽ അവർ അറക്കുകയില്ല, ഖബറിന്റെ പരിസരത്തിൽ അള്ളാഹു അല്ലാത്തതായ കഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാർക്ക് നേർച്ചാക്കുകയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന് കൊടുക്കേണ്ടതായ ആരാധനയോ പ്രാർത്ഥനയോ അവർക്ക് നൽകുകയില്ല. ഇതെല്ലാം റസൂൽ പഠിപ്പിച്ച ശേഷം പറയുന്ന വാക്കാണ്. അലാ അറിയണം ഉമ്മത്തുകളെ, ഫസൂറുഹ ഇന്നു മുതൽ നിങ്ങൾ ഖബർ സന്ദർശിച്ചു കൊള്ളുക. ഫൈന്നഹ എന്തിനു വേണ്ടിയാണ്? തുദക്കിറുകുമുൽ ആഖിറ പരലോകം ഓർക്കാനാണ്, മരണം ഓർക്കാനാണ്. ഇന്ന് നിന്റെ വാപ്പയുടെ മീസാങ്കല്ല് നീ കാണും പോലെ നിന്റെ മീസാങ്കല്ല് നിന്റെ കുട്ടി നാളെ കാണുമെന്നത് നീ ഓർക്കും. അപ്പോൾ ആ ഖബറിലേക്ക്, ആ ഇരുളടഞ്ഞ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കം നിന്നിലൂടെ നീ ഖബർ സിയാറത്ത് നടത്തുമ്പോൾ ഉണ്ടാവാൻ വേണ്ടിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും പോലെ. അപ്പോൾ എപ്പോഴാണ് ധർമ്മം ചെയ്യേണ്ടത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പിക്കുന്നു, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗതു ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്തദ്ദഖ വഅകും മിനസ് സാലിഹീൻ വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഇത് അല്ലാഹു എത്ര ക്ലിയറായ രൂപത്തിൽ, നിങ്ങൾ ഈ ധർമ്മത്തെ ബന്ധിപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് റബ്ബ് തന്നതായ ഈ സമ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ ധർമ്മം ചെയ്തുകൊണ്ട്, അവശരുടെ കാര്യം ഓർത്തുകൊണ്ട്, കഴിവില്ലാത്തവരുടെ കാര്യം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. അത് നിങ്ങൾ നീട്ടിവെക്കാൻ പാടില്ല, ബന്ധിപ്പിച്ച് വെക്കാൻ പാടില്ല. ഹത്താ ഇദാ ജാഅഹദകുമുൽ മൗത്ത് എന്നിട്ട് മരണമാസന്നമാകുന്ന വേളയിൽ ഈ സൂറത്തിൽ പറഞ്ഞതുപോലെ വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾ ചെലവഴിക്കേണ്ടത് മരണമാസന്നമാകുന്നതിന് മുമ്പ്. അപ്പോൾ എപ്പോഴാണ് മരണമാസന്നമാവുക എന്ന് എനക്കോ നിങ്ങൾക്കോ അറിയാത്തത് കൊണ്ട് എന്നും ധർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ടോ എന്താ കാരണം? അള്ളാഹു പറയുന്നു, ഫയഖൂല അഥവാ ധർമ്മം ചെയ്യാതെ ജീവിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മരണം പിടികൂടുമ്പോൾ അവൻ അന്ന് പറയുമെന്ത്? ലൗലാ അഖർതനി ഇലാ അജലിൻ മുസമ്മ, ഒരു ഇലാ അജലിൻ ഖരീബ്, അടുത്ത അല്പസമയം എനിക്ക് ഉച്ചക്കത്തെ ക്ലാസ്സിൽ നാം പഠിച്ചതുപോലെ നീട്ടി തന്നാൽ ഞാനൊന്ന് ധർമ്മം ചെയ്തിരുന്നേനെ എന്ന് പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പറയും കൊടുക്കാത്ത ആളാണെങ്കിൽ. വഅകും മിനസ് സാലിഹീൻ, ഞാൻ സജ്ജനങ്ങളായി മാറും, ഇനിമേലിൽ ഞാൻ നിസ്കാരം ഖളാക്കൂല, ഖളാക്കൽ ഇസ്ലാമിൽ ഇല്ല എന്ന് ഞാൻ ക്ലാസ് കേട്ടതിന് ശേഷം 5 വക്ത് കൃത്യമായിട്ട് അതിൻ്റെ സമയത്ത് തന്നെ ഞാൻ നമസ്കരിക്കും എന്ന് തീരുമാനമെടുക്കുക. മരിക്കാൻ കിടക്കുമ്പോൾ വിരൽ കടിച്ചിട്ട് പ്രയോജനമില്ല, ഒരു നിമിഷം ബാക്കിൽ പോകാൻ ചാൻസ് തരികയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ എപ്പോഴാണ് മരിക്കാന്നുള്ളത് ആർക്കും പറയാനും പറ്റൂല. അത് നാം ഇന്ന് എല്ലാ ദിവസവും മയ്യത്ത് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കാം. ബുദ്ധിയുള്ള ആൾക്ക് അത് മാത്രം മതി പാഠം. എന്താണ്? ഒരു 10 ലക്ഷം ജനങ്ങളാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു 10 ആൾക്ക് നാം നമസ്കരിക്കുകയാണെങ്കിൽ ദൈനംദിനം നമ്മുടെ നാം ക്യൂ നിൽക്കുകയാണ്. ആ ക്യൂ ഇങ്ങനെ അടുക്കാണ് എവിടെ? ഖബറിലേക്ക് അടുക്കാണ് നാം. ഇത് ഓർത്താ മതി. നമ്മുടെ മുമ്പിൽ ലക്ഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, നാം അവരുടെ ബാക്കിലല്ലേ.
എന്താ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ബന്ധം പറയാനുണ്ടോ? അള്ളാഹ്ക്ക് എന്നോട് എന്തോ ഒരു സ്നേഹം, അങ്ങനെയൊന്നും അള്ളാഹ് എന്നെ പിടികൂടൂല. അങ്ങനെ പറയാനുള്ള വല്ല ധൈര്യമുണ്ടോ? അങ്ങനെ പറയാനുള്ള വല്ല ഒരുക്കമുണ്ടോ? അങ്ങനെ പറയാനുള്ള വല്ല അമലുണ്ടോ? ഒന്നുമില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പേടിക്കാൻ മറ്റുള്ളവരെക്കാൾ, സൽഫസാലിഹ്യങ്ങളെക്കാൾ, സജ്ജനങ്ങളെക്കാൾ പേടിക്കാനാണ് നമുക്കുള്ളത്. എന്തുകൊണ്ട്? നാം അവരെ പോലെ അള്ളാഹിലേക്ക് അടുത്തിട്ടേ ഇല്ല, ചെയ്തിട്ടേ ഇല്ല അമൽ സാലിഹാത്ത്. അവരെ അപേക്ഷിച്ചിട്ട് അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. അതെ, സഹോദരന്മാരെ, സഹോദരികളെ, അതേ സമയത്ത് ഏറ്റവും ലറൂറത്തുൽ ഖുസ്വ, നിർബന്ധിതാവസ്ഥ വരുമ്പോൾ അവിടെ നമ്മെ കാണണം. വലാ തദാബറൂ എന്ന് റസൂൽ പറഞ്ഞ ശരി ഓർക്കുന്നുണ്ടല്ലോ. വലാ തദാബറൂ, നിങ്ങൾ പിന്തിരിയരുത്, നിങ്ങൾ പിന്നിലാവരുത്, നിങ്ങൾ അവരെ മുമ്പിൽ, അവരുടെ ബാക്കിൽ, അവർക്ക് നിങ്ങളുടെ ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ ബാക്ക് സൈഡ് അവർക്ക് കാണിച്ചു കൊടുക്കരുത്, നിങ്ങളുടെ മുൻ സൈഡ് തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഏറ്റവും നമ്മെ ആവശ്യമുള്ള, പട്ടിണി കിടക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, അല്ലെങ്കിൽ മറ്റു വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടായി വീട് തകർന്നു പോയവർ, നാട് തകർന്നു പോയവർ, ഇത് കഴിക്കാൻ ഭക്ഷണമില്ലാത്തവർ, അങ്ങനെയുള്ള വിഭാഗം ഇന്നത്തെ യുഗത്തിലൊക്കെ അതൊക്കെ വ്യാപകമാണ് ലോകത്തിൽ പലയിടങ്ങളിൽ. അങ്ങനെയുള്ള നിർബന്ധിതാവസ്ഥ വരുമ്പോൾ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസരത്തിൽ ഖുതുബ ഓതുന്നു. ഇന്ന് 3-ാം ഖുതുബയാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. 2 ഖുതുബ നമുക്ക് കേട്ടു. ഈ ഖുതുബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ചെന്നപ്പോൾ ഒരു കൂട്ടം വിഭാഗത്തെ, മുളറികളാണ് അവർ, മുളർ നാട്ടുകാരാണ്, മുളർ കബീലക്കാരാണ്. അവർക്ക് ധരിക്കാൻ വസ്ത്രം തന്നെ ഇല്ല, ഔറത്തിന്റെ പല ഭാഗങ്ങളും പ്രകടമാകുന്നുണ്ട്. കാണുമ്പോൾ തന്നെ കാണുന്ന ആൾ ഞെട്ടിപ്പോകും. ആ രൂപത്തിലാണ് അവരുടെ വസ്ത്രധാരണ. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹിയുടെ മുഖം ചേഞ്ചായി. കണ്ട് പ്രയാസപ്പെട്ടു. അവരുടെ ദാരിദ്ര്യം കണ്ട്, അവരുടെ പ്രയാസം കണ്ട്, അവർക്ക് ധരിക്കാൻ വസ്ത്രമില്ലാത്ത കോലം കണ്ട് റസൂലുള്ളാഹിയുടെ മുഖം ചേഞ്ചായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ബിലാലിനോട് പറഞ്ഞു, ബാങ്ക് വിളിക്കാൻ, ളുഹർ സമയമാണ്. ളുഹർ നമസ്കാരം കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടി മിമ്പറിന്റെ മീതെ കയറി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പ്രസംഗിക്കുന്നു. പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ നബിയുടെ പതിവനുസരിച്ചിട്ട് യാ അയ്യുഹല്ലദീന ആമനു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും എന്ന് പറയുന്ന സൂറത്തുൻ നിസയുടെ ആദ്യവും, അതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, അതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. റസൂൽ പ്രസംഗിക്കുമ്പോൾ തുടക്കത്തിൽ പറയാറുള്ള ആയത്തുകളാണ്. ആ ആയത്തുകളൊക്കെ ഓതി. സമയം അതിക്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആയത്ത് ഓതി അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പരിചയമുള്ള ആയത്തുകളാണ്. ആ ആയത്തുകളൊക്കെ മുഖവരിയായിട്ട് റസൂലുള്ളാഹി ഓതാറുള്ളതാണ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, തസദ്ദഖൂ, മുഖവര നൽകിയ ശേഷം പ്രസംഗിക്കാൻ കയറിയത് തന്നെ ഇത് പറയാനാണ്. എന്നല്ലാതെ അവിടെ ഖുതുബയൊന്നുമില്ല, സ്പെഷ്യൽ ഖുതുബയല്ല, സാധാരണ പ്രസംഗമാണ്. മിമ്പറിന്റെ മീതെ കയറുന്ന ജനങ്ങൾ കാണാൻ വേണ്ടി പൊക്കത്ത് കയറണം, എന്നാലേ ജനങ്ങൾ കാണുള്ളൂ. തസദ്ദഖൂ, നിങ്ങൾ ധർമ്മം ചെയ്യുക. ഖബ്ല അൻ യുഹാല ബൈനക്കും വബൈന സദഖ, നിങ്ങളുടെയും ധർമ്മത്തിന്റെ ഇടയിൽ തടസ്സം വരുന്നതിന് മുമ്പായി, ധർമ്മം ചെയ്യാൻ സാധിക്കാത്ത സമയമാകുന്ന ആസന്നമാകുന്നതിന് മുമ്പായി എന്ന് പറയും പോലെ. തസദ്ദഖ് റജുലുൻ, ഒരു മനുഷ്യൻ ധർമ്മം ചെയ്യട്ടെ, മിൻ ദുനിയാഹു മിൻ ദീനാരിഹി, അവന്റെ ദീനാറിൽ നിന്നിട്ട്, ദിർഹമിഹി, അവന്റെ ദിർഹമിൽ നിന്നിട്ട്, സൗബിഹി, സാധിക്കുമെങ്കിൽ അവൻ ധരിച്ച വസ്ത്രത്തിൽ നിന്നിട്ട്, അല്ലെങ്കിൽ മിൻ സായി ബുർരിഹി, അല്ലെങ്കിൽ അവന്റെ ഷഈരിഹി, അവന്റെ കൂടെയുള്ള താഴ്ന്ന ഗോതമ്പമോ നല്ല ഗോതമ്പമോ എന്താണുള്ളത് അതിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴത്തിൽ നിന്നിട്ട്. വലാ യഹ്ഖിറന്ന അഹദുക്കും, ഒരാളും നിസ്സാരമായി കാണരുത് അവന്റെ കൂടെയുള്ള ധർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പൈയാണ്, ഒരു കാശാണ് അവന്റെ കൂടെയുള്ളതെങ്കിൽ അതെങ്കിലും ധർമ്മം ചെയ്യണം. അതൊക്കെ ചെറുതല്ലേ, എങ്ങനെയാണ് ഇതുമായിട്ട് റസൂലിന്റെ അടുക്കലേക്ക് ചെല്ല എന്നാരും ധരിക്കരുത്. എന്താണ് കൂടെയുള്ളത് അത് സമർപ്പിക്കട്ടെ എന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും മറുപടി നൽകുന്ന കണ്ടില്ല. അപ്പോൾ റസൂലുള്ളാഹിന്റെ മുഖം ചേഞ്ച് ചെയ്യാൻ തുടങ്ങി ദേഷ്യത്തിന്റെ കടുപ്പം കൊണ്ട്. അപ്പോൾ ഒരു സഹാബി ഒരു കെട്ടുമായി വന്നു, സുറത്തുമായി വന്നു. ആ കെട്ടിൻ്റെ അകത്ത് നിറയെ ഒരഭിപ്രായത്തിൽ വെള്ളി അല്ലെങ്കിൽ സ്വർണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ കൊടുത്ത് അദ്ദേഹത്തിന് ഏൽക്കാൻ പറ്റാത്തത്ര വൈറ്റുണ്ട് സാധനത്തിന്. റസൂൽ മിമ്പറിൻ്റെ മീതെ തന്നെയാണ് സമർപ്പിച്ചു.
ആ സമർപ്പണം കഴിഞ്ഞതിന് ശേഷം പിന്നെ സഹാബാക്കളുടെ നേതൃത്വങ്ങളൊക്കെ സമർപ്പിക്കാൻ ആരംഭിച്ചു. അബൂബക്കർ, ഉമർ, അവിടെയുള്ളവരൊക്കെ പിന്നെ അവരവരാൽ കഴിയുന്നതിനെ സമർപ്പിക്കുകയും ചെയ്തു. റിപ്പോർട്ടകൻ പറയുന്നു, മദീനത്തെ പള്ളിയുടെ അകത്ത് 2 മഹാകൂമ് ഞാൻ കണ്ടു. കൂമെന്ന് പറഞ്ഞാൽ അറിയാലോ, വലിയ കൂന എന്ന് പറയാമല്ലോ, കൂന എന്ന് പറഞ്ഞില്ലേ? എന്തിൻ്റെ? ധർമ്മങ്ങളിലൂടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടതായ സാധനങ്ങൾ. എന്തെല്ലാം ഉണ്ടായിരിക്കും, അതെല്ലാം റസൂൽ പറഞ്ഞത് അവിടെയുണ്ട്. എന്തെല്ലാം ഓരോ വ്യക്തികളുടെ കൂടെയുണ്ട്, അതെല്ലാം അവിടെ സമർപ്പിക്കപ്പെട്ടു. ഇതാർക്ക് വേണ്ടിയാണ്? ധരിക്കാൻ വസ്ത്രമില്ലാത്തവർക്ക് വേണ്ടി. ധരിക്കാൻ വസ്ത്രമില്ലാത്ത 3 ഗോത്രക്കാരെ കണ്ടപ്പോഴാണ് റസൂൽ ഈ പിരിവ് നടത്തിയത്. എന്ത് നാം പഠിച്ചു? പലതും പഠിക്കാനുണ്ട്. അതിൽപ്പെട്ടതാണ്, എപ്പോൾ നമുക്ക് പിരിവെടുക്കൽ നിർബന്ധമായി കാണുന്നു അപ്പോൾ നാം പിരിവെടുക്കേണ്ടതുണ്ട്. എത്രമാത്രം പിരിവിൻ്റെ ആവശ്യം വരുന്നു അത്രമാത്രം പിരിവെടുക്കൽ വാജിബായി മാറുന്നു എന്നർത്ഥം. നിർബന്ധിപ്പിക്കും പോലെയാണ് റസൂലുള്ളാഹിന്റെ വാക്ക് നാം ഇവിടെ കേട്ടത്. അവരവരാൽ കഴിയുന്നത് ഓരോരുത്തരും സമർപ്പിക്കട്ടെ എന്ന ശൈലിയും ഇവിടെ ശ്രദ്ധേയമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ സംഭവിച്ചതായിരിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർവ്വസാധാരണയാണ്. എൻ്റെ ഉമ്മ ഞാൻ പഠിക്കാറുള്ള പള്ളി ദർസിലേക്കോ മദ്രസയിലേക്കോ വേണ്ടിയായിരിക്കാം ഓരോ ദിവസവും ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണമുണ്ടാക്കാൻ പാകം ചെയ്യാൻ വേണ്ടി അരി എടുക്കുമ്പോൾ ഒരു പിടി അരി എടുത്തിട്ട് ഒരു ചാക്ക് അവിടെ അടുക്കളയിലുണ്ട്, ആ ചാക്കിലിടും. അങ്ങനെ ഒരു മാസമായി കഴിയുമ്പോൾ പള്ളിയിൽ നിന്നോ മദ്രസയിൽ നിന്നോ ആള് വരും. അപ്പോൾ ചാക്ക് നിറഞ്ഞു കാണും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പിരിവുകൾ നടക്കാറുണ്ടായിരുന്നത്. പള്ളിയും മദ്രസയും എല്ലാം നടത്തപ്പെട്ടിരുന്നത് ശേഷികെട്ടതായ വിഭാഗം ബഹുഭൂരിപക്ഷം ജീവിക്കുന്നതായ മേഖലകളിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ നാം മനസ്സിലാക്കണം, പട്ടിണി കിടക്കുന്നവർ ജീവിക്കുന്ന, ധാരാളം പേര് പട്ടിണി കിടക്കുന്നവർ ജീവിക്കുന്ന കേരളത്തിൽ നാം ജീവിക്കുന്ന വേളയിൽ നാം തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി, സത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ നാം അതേ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഭാഗമുണ്ട്. കഴിവില്ലാത്തവരെ ചൂഷണം ചെയ്തുകൊണ്ട് മുടിയുടെ പേരോ വേറെ വല്ല സ്ഥിരീകരിക്കപ്പെടാത്തതായ കാര്യങ്ങളുടെ പേരോ പറഞ്ഞിട്ട് ചൂഷണം ചെയ്യലും അവരെ പ്രയാസപ്പെടുത്തലും അനിസ്ലാമികത്വമാണത്. മുസ്ലിങ്ങളെന്ന് പറയുന്നവർക്കോ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവർക്കോ പാടില്ലാത്തതായ പ്രവർത്തനമാണ്. അള്ളാഹു അങ്ങനെയുള്ളവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ഏതോ ഒരു പട്ടണത്തിൽ ഖബറിന്റെ പരിസരത്തിൽ നടക്കുന്നതായ ഒരു ഉത്സവത്തിൽ 100ഓളം ആനകൾ പോകുന്നതായ ഒരു മഹാ ആനകളുടെ സമൂഹത്തെ നാം പത്രത്തിൽ കാണുമ്പോൾ നമുക്ക് പ്രയാസം തോന്നിയിട്ടുണ്ട്. ഒരു ആനയെ കൊണ്ടുപോകാൻ, അതിൻ്റെ മീതെ പൂജാരിയെ കയറ്റി നിർത്താൻ എത്ര കാശായിരിക്കും ആ നാട്ടുകാർ ചെലവഴിച്ചത്? അതേ ആന പോകുന്നതായ ആ റോട്ടിൽ എത്ര മുസ്ലിം കുടുംബം പട്ടിണി കിടക്കുന്നവരുണ്ടായിരിക്കും? ആ പട്ടിണി കിടക്കുന്നവർക്ക് എത്തിക്കേണ്ടതായ ആ നന്മകൾ എത്തിക്കാതെയാണല്ലോ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ കൂട്ടർ ചെയ്യുന്നത് എന്നത് നാം ഓർക്കണം. ഇതെല്ലാം അള്ളാഹു ചോദിക്കും. ഇത്തരം കഥകൾ, ചരിത്രങ്ങൾ സഹിഹായ ഹദീസുകളിലൂടെ മദീനയിൽ പണ്ട് സംഭവിച്ച സംഭവങ്ങൾ മദീനയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ, അത് നടപ്പാക്കാൻ രംഗത്തിറങ്ങുമ്പോൾ, ഇതിന് നേരെ വിപരീതം നടക്കുന്നതായ അനാചാരങ്ങൾക്ക് നാം എന്ത് വേണം? കൂട്ടുനിൽക്കാൻ പാടില്ല, സഹകരിക്കാൻ പാടില്ല, സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവർക്ക് ഹിദായത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത നമ്മളിൽ ഉണ്ട്. നമ്മളിലുള്ള പണ്ഡിതന്മാരിലുണ്ട്, എഴുത്തുകാരിലുണ്ട്, പ്രബോധകന്മാരിലുണ്ട്, പ്രാസംഗികന്മാരിലുണ്ട് എന്നത് ഓർക്കേണ്ടതാണ്. സഹോദരന്മാരെ, സഹോദരികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടതനുസരിച്ച് സഹാബാക്കൾ ഒരുമിച്ച് കൂട്ടിയത് 2 കൂമായി ഞാൻ കണ്ടു എന്ന് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടത്തിൽ ഓതുകയുണ്ടായി, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. സൂറത്ത് യാസീനിൽ കേട്ടുപരിചയമുള്ള ആയത്താണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, നാം മരിച്ചവരെ പുനർജീവനം നൽകുന്ന ആളാണ്. വനക്തുബു മാ ഖദ്ദമു, അവരിവിടെ സമർപ്പിച്ചതെല്ലാം നാം കുറിച്ചു വെക്കുന്നുണ്ട്. ആസാറഹും, അവരുടെ ഒഴിവാക്കിപ്പോയതായ ആസാറുകളും നാം കുറിച്ചു വെക്കുന്നുണ്ട്.
ഇവിടെ ജനങ്ങൾക്ക് നൽകിയ, ജനങ്ങൾക്ക് ധർമ്മം ചെയ്ത, വഖഫ് ആയി വിട്ട, പള്ളി കെട്ടിയ, മദ്രസ കെട്ടിയ, യതീംഖാന കെട്ടിയ, എന്തെല്ലാം ഇവിടെ മതത്തിന് വേണ്ടി ചെയ്തു. ആ ആസാറുകൾ മരിച്ചു പോകുന്നവർക്ക് മരിച്ചു പോയ ശേഷം അവരുടെ ഖബറിലും പരലോകത്തിലും ലഭിക്കുമെന്ന് സൂചിപ്പിക്കുന്ന, ലഭിക്കുമെന്ന് സ്ത്രീകരിക്കുന്ന ആയത്ത് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓതിയെന്നാണ് പ്രസംഗത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിതരണം ചെയ്യുകയും ചെയ്തു. ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നസായി റിപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ ദാരിമി റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, അതെ, ഞാൻ പെട്ടെന്ന് നിർത്താണ്. ഈ ധർമ്മം പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഭാഗങ്ങളിലേക്കാണ് ഞാൻ പരിഗണന നൽകിയതും ആ ഭാഗങ്ങളിലേക്കാണ് ഞാൻ സൂചന നൽകിയതും ഊന്നിപ്പറഞ്ഞതും. അതുപോലെ തന്നെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ ഒരു കൃഷി കണ്ടു, ഒരു വൃക്ഷം കണ്ടു. ആരാണ് ഈ വൃക്ഷം നട്ടതെന്ന് ചോദിച്ചു. മുസ്ലിമാണോ കാഫറാണെന്ന് ചോദിച്ചു. മുസ്ലിമാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി കൂട്ടിച്ചേർത്തു, ലാ യഗ്രിസു മുസ്ലിമുൻ ഗർസൻ വലാ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു ഇൻസാനുൻ വലാ ദാബത്തുൻ വലാ ഷൈഉൻ ഇല്ലാ കാനത് ലഹു സദഖ. റവാഹു മുസ്ലിം. 1552 മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു മുസ്ലിം ഒരു വൃക്ഷത്തെ ഇവിടെ നട്ടുപോവുകയാണെങ്കിൽ, ചെറുതാവട്ടെ വലുതാവട്ടെ, പിന്നെ അതിൻ്റെ ഉൽപ്പന്നത്തിലൂടെ മൃഗമാവട്ടെ മനുഷ്യനാവട്ടെ തിന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, മുസ്ലിമായിരുന്നാലും അമുസ്ലിമായിരുന്നാലും ആരായിരുന്നാലും വിരോധമില്ല, അത് തിന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിലൂടെ ധർമ്മം ഇവന് അത് ധർമ്മമായി സ്വീകരിക്കപ്പെടുന്നതും അതിലൂടെ പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതുമാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. വേറൊരു ശൈലിയുണ്ട് റസൂലിന്. ഞാനത് പറഞ്ഞിട്ടുണ്ട് ഖിയാമത്ത് നാൾ പറഞ്ഞപ്പോൾ. പഴയ കാലഘട്ടങ്ങളിൽ ആരുടെ കൂടെയെങ്കിലും ഫതീല ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഫതീല എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷത്തിൻ്റെ ഈ ചെറിയ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്നതായ, എന്താ പറയൽ മലയാളത്തിൽ, തെങ്ങ്, അതിൻ്റെ ഇവിടെയൊക്കെ ഇത് ഈത്തപ്പനയുടെ ഇത് കാണാറുണ്ട്, ഫതീല വിൽക്കുന്നത്. ചെറുത് നാം കൊണ്ടുപോയി വീട്ടിൽ അല്ലെങ്കിൽ കൃഷി സ്ഥലത്ത് നടും. ചെറിയ തൈ എന്ന് പറയുമ്പോൾ അത് കുറച്ച് വലുതായി പോകണം, വളരെ ചെറിയ സാധനമാണത്. അത് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഖിയാമത്ത് നാൾ വരുന്ന സമയത്ത് ഉണ്ടെങ്കിൽ വരേക്കും അത് നട്ടുപോകട്ടെ എന്ന്. അത് എറിഞ്ഞു പോകരുത്, നട്ടുപോകണമെന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്, മറ്റുള്ളവർക്ക് ഫലമാവാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ പഠിപ്പിച്ച മതത്തിൻ്റെ ഉടമകളാണ് നാം. അതുകൊണ്ട് നാം അഭിമാനത്തോടുകൂടി ഈ മതത്തിൻ്റെ മെമ്പറാക്കി അള്ളാഹു നമ്മെ മാറ്റിയല്ലോ എന്ന് കരുതിയിട്ട് ആ മതത്തിൽ അടിയുറച്ച് ജീവിക്കാനുള്ളതായ ഭാവി ജീവിതം തള്ളിക്കൊണ്ടുപോകാൻ, ഇങ്ങനെയുള്ള ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുക്കുക, പഠിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ തീർത്ത് പോകാൻ വേണ്ടി പാടുപെടുകയും ചെയ്യുക. ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ആർക്കും പേടി വേണ്ട, ഇത് ധർമ്മം ചെയ്താൽ കാശ് തീർന്നു പോകുമോ? ആ പേടി റസൂൽ തീർത്തിരിക്കുകയാണ്. റസൂൽ പറയുന്നു, മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖ. ധർമ്മത്തിലൂടെ ഒരു അടിമയുടെ സമ്പത്ത് കൂടലല്ലാതെ കുറയുക തന്നെ ഇല്ല, വർദ്ധിക്കലല്ലാതെ കുറയുക തന്നെ ഇല്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. വലാ ദുലിമ അബ്ദും മദ്ലമതൻ ഫസബറ അലൈഹാ ഇല്ലാ സാദഹുല്ലാഹു അലൈഹി ഇസ്സാ. ആർക്കെങ്കിലും അക്രമം നേരിടേണ്ടി വരികയാണെങ്കിൽ ആ അക്രമത്തെ അവൻ സ്വീകരിച്ചുകൊണ്ട് ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ അള്ളാഹു അതിലൂടെ അവന് അഭിമാനം വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും. അഥവാ കൂലി ലഭിക്കും പരലോകത്തിൽ എന്നതിൽ സംശയമേ ഇല്ല. കേട്ടോളി, ഇത് പറഞ്ഞാൽ നിർത്താണ്. ആരും തന്നെ മറ്റുള്ളവരോട് ഇറക്കാനുള്ള കൈ, അതിൻ്റെ വാതിൽ തുറന്നു വെച്ചാൽ എന്ത് സംഭവിക്കും? ദരിദ്രത്തിന്റെ വാതിൽ അവൻ അള്ളാഹു തുറന്നു കൊടുക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് ഇറക്കുക എന്നത് ബിസിനസ്സാക്കി മാറ്റിയ ആള് നിർത്തുന്ന കാണൂല. കാരണം അവൻ കഴിവില്ലാത്തതുകൊണ്ട് ഇറക്കുന്നതല്ലോ, മൂപ്പര് ബിസിനസ് ചെയ്യാണ് ഇറക്കലിലൂടെ. ഇറക്കുന്നത് ബിസിനസ്സാക്കി മാറ്റിയ ആൾ നിർത്തൂല. പിന്നെ എന്തുകൊണ്ട് നിർത്താത്തത്? രണ്ടാമത്തെ കാരണം റസൂൽ പറഞ്ഞ കാരണമാണ്. ഇറക്കാൻ തുടങ്ങിയ മനുഷ്യന് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറലുണ്ടാവില്ല. എപ്പോഴും മൂപ്പർക്ക് പ്രയാസമായിരിക്കും, എപ്പോഴും കടം തന്നെയായിരിക്കും. എത്ര ഏറുന്നാലും മൂപ്പരുടെ കാര്യം നിറവേറ്റാൻ പറ്റുകയും ഇല്ല.
അതുകൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ അല്ലാതെ ആരും മറ്റുള്ളവരോട് ചോദിക്കരുത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിർബന്ധിതാവസ്ഥയിൽ ചോദിക്കാം. നിർബന്ധിതാവസ്ഥയിൽ മരിച്ചു പോകും, ജീവിക്കാൻ മാർഗമില്ല, കടത്തിൽ തെളിഞ്ഞുപോയി, പ്രയാസപ്പെട്ടു പോയി എന്ന് കണ്ടാൽ നിർബന്ധമായ സകാത്തിന് അർഹനാണ് ഞാൻ എന്ന് പറയാം. പറയേണ്ടവരോട് വിരോധമില്ല, പരസ്യമാക്കണമെന്നില്ല. അങ്ങനെ ചോദിക്കൽ അനുവദിക്കപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നതായ ഓരോ നാഴികയിലും നാം കാണുന്നതായ ഗ്രൂപ്പീസത്തിന് അറുതി വരുത്താൻ, ഓരോ നാടുകളിലും ഗ്രാമങ്ങളിലും കുഗ്രാമങ്ങളിലും വരേക്കും കാണുന്ന ആ ഭിന്നിപ്പുകൾക്ക് അറുതി വരുത്താൻ എന്ത് ചെയ്യാം? മറ്റുള്ളവരോട് ചോദിച്ച് ഫണ്ടുണ്ടാക്കാം, പിരിവുണ്ടാക്കാം, ഏരക്കാം. എന്തിനു വേണ്ടി? മുസ്ലിങ്ങളുടെ ഇടയിലുള്ളതായ അനൈക്യം തീർക്കാൻ വേണ്ടി എന്നും വേറെ ഹദീസുകളിലൂടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ഇവിടെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ലഭിക്കും, പെട്ടെന്നത് തീർക്കുക, മറുപടി നൽകുക, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് വിട്ടുപിരിയാവുന്നതാണ്.